ശാസ്ത്രം, ഈ വസ്തുനിഷ്ഠവാദം, ശാസ്ത്രത്തിൻ്റെ ഒരു ലക്ഷ്യമാണോ വസ്തുനിഷ്ഠവാദം എന്നുള്ളൊരു പ്രശ്നമാണ്. നമ്മൾ ശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ ശാസ്ത്രത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം വസ്തുനിഷ്ഠതയാണ്. വസ്തുനിഷ്ഠതയെ അന്വേഷിക്കുക തന്നെയാണ് ശാസ്ത്രത്തിൻ്റെ ഒരു ബേസിക് നേച്ചർ എന്ന് പറയുന്നത്. അതേസമയം തന്നെ വസ്തുനിഷ്ഠവാദം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള കുറേ പദങ്ങളുണ്ട്. ഒരു ഒബ്ജക്റ്റിവിസം അല്ലെങ്കിൽ മെറ്റീരിയലിസം, നമ്മൾ വൈരുദ്ധ്യാധിഷ്ഠ ഭൗതികവാദം, അതൊരു ഭൗതികവാദമാണ്. റിയാലിറ്റി, ഫാക്ട് ചെക്കിംഗ് എന്നൊക്കെ പറയാവുന്ന കുറേ പദങ്ങൾ അനുബന്ധ പദങ്ങളായതിലുണ്ട്. അപ്പോൾ അത് ഈ വസ്തുനിഷ്ഠവാദം തന്നെ എപ്പോഴും ഒരു ശാസ്ത്രത്തിൻ്റെ ബേസായി തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു സന്ദേഹത്തിൻ്റെ പുറത്താണ് അങ്ങനെ ഒരു ആലോചന വന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ആണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു വൈരുദ്ധ്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സമൂഹം ഒരേ സമയം ശാസ്ത്രത്തിൽ ജീവിക്കുകയും പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ വിശ്വാസങ്ങളിൽ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ പൊതുസമൂഹത്തിലുള്ളത്. അപ്പോൾ പലപ്പോഴും നമ്മൾ നേരിട്ടിട്ടുള്ളൊരു ചോദ്യം, നിങ്ങൾ എന്തിലാണ് വിശ്വസിക്കുന്നത്? പല സുഹൃത്തുക്കളൊക്കെ ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, മതത്തിൽ വിശ്വസിക്കുന്നു, മറ്റ് ജീവിത വിശ്വാസങ്ങളിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്, ജീവിത മൂല്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിലാണ് വിശ്വസിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് ചിലപ്പോൾ മറുപടി കൊടുത്തിട്ടുള്ളത്, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു. കഴിഞ്ഞ 10 വർഷമാണെങ്കിൽ നമ്മളുടെ എഴുന്നേൽപ്പിക്കുന്നത് തന്നെ മൊബൈലിൽ അലാറമായിരിക്കും. അപ്പോൾ മൊബൈൽ ഓൺ ചെയ്ത് സമയം നോക്കുന്നു, ലൈറ്റ് ഓൺ ചെയ്യുന്നു, അത് സയൻസാണ്. അപ്പോൾ മുഖം കഴുകാൻ വേണ്ടി ടാപ്പ് ഓൺ ചെയ്യുന്നു, സയൻസാണ്. നമ്മൾ ബ്രഷ് എടുക്കുന്നു, സയൻസാണ്. പേസ്റ്റ് എടുക്കുന്നു, സയൻസാണ്. ടോയ്ലറ്റിൽ പോകുന്നതിൽ എന്താണ് സയൻസ്? ആരും ചിന്തിക്കില്ല. പക്ഷേ യൂറോപ്യൻ ക്ലോസറ്റ് എന്ന് പറയുന്നത് പലവിധമായ, നമ്മൾ ഇതുവരെ കണ്ടെത്തിയ നാനാതരമായ പല സയൻസിൻ്റെ അപ്ഡേറ്റുകൾ വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അവിടെ സയൻസ് പ്രവർത്തിക്കുന്നു. അപ്പോൾ നിങ്ങൾ കുട്ടികളെ സ്കൂളിൽ അയക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ടെൻഷൻ, കൺസേൺ കുട്ടിക്ക് സയൻസിന് മാർക്ക് കുറഞ്ഞു എന്നുള്ളതാണ്. മറ്റു വിഷയങ്ങൾ പോലും അത്ര പ്രസക്തമല്ല. സയൻസിന് മാർക്ക് എത്രമാത്രം ഉണ്ടെന്നുള്ളതാണ് രക്ഷിതാക്കളെ അലോസരപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ പഠിക്കുന്നത് തന്നെ സോഷ്യൽ സയൻസ്, എക്കണോമിക്സ്, ജോഗ്രഫി, അങ്ങനെ നമ്മുടെ ജീവിതം മുഴുവൻ രാവിലെ തൊട്ട് രാത്രി വരെ സയൻസിൻ്റെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സയൻസിൻ്റെ ഒരു റിയൽ വേൾഡിൽ ജീവിക്കുകയും ആ ഒരു റിയലായ വിശ്വാസമാണ്, ആ ഒരു റിയൽ വേൾഡിൻ്റെ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്ക് യാതൊരു കോൺട്രഡിക്ടറി ഇല്ല. നിങ്ങൾക്കാണ് ആ ഒരു പ്രശ്നമുള്ളത്. നിങ്ങൾ ഈ ഒരു റിയൽ വേൾഡിൽ ജീവിക്കുകയും മറ്റൊരു ലോകത്തെക്കുറിച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കാണ് കോൺട്രഡിക്ടറി ഉള്ളത്, ഞങ്ങൾക്ക് ആ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ഹിപ്പോക്രസിയുടെ കാര്യമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന ഇടത്തിൽ തന്നെ ഞങ്ങൾ ജീവിക്കുന്നു. നിങ്ങൾ വേറൊരു ലോകത്തിൽ വിശ്വസിക്കുകയും ഒരു റിയൽ വേൾഡിൽ ജീവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾക്കാണ് പലപ്പോഴും കോൺട്രഡിക്ടറി വരാനുള്ള സാധ്യത, ഞങ്ങൾക്കതില്ല എന്ന് പറയും. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും സയൻസിനെ ഉദാഹരിച്ച് പറയുമ്പോൾ പറയാറുള്ളത് ഒരു റിയൽ വേൾഡിനെ കുറിച്ചാണ്, ഒരു വസ്തുനിഷ്ഠ ലോകത്തെക്കുറിച്ചാണ്, ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്, ഒരു ഫാക്റ്റിനെ കുറിച്ചാണ്. ഇങ്ങനെ പലപ്പോഴും പല പദങ്ങളും മാറി മാറി ഈ സയൻസിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ അവതരിപ്പിക്കാറുള്ളത് ഒരു വസ്തുനിഷ്ഠതയാണ്. അപ്പോൾ ഈ വസ്തുനിഷ്ഠത എന്നുള്ളൊരു പ്രശ്നത്തിൽ പോൾ ക്രുഗ്മാൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഇതിൻ്റെ ഒരു വിപുലമായ സ്വാധീനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രത്തിൻ്റെ മൂല്യം കേവലം സാമ്പത്തിക ലാഭങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അതെന്തിലേക്കൊക്കെ വ്യാപരിക്കേണ്ടതുണ്ട്. നിയമം, സംസ്കാരം, ധർമ്മശാസ്ത്രം, സൗന്ദര്യശാസ്ത്രം, ഈ പൊതുവായ യുക്തിവിചാരം സമൂഹത്തെ എങ്ങനെ ഷേപ്പ് ചെയ്തു എന്നതിനെക്കുറിച്ചുകൂടെ ചിന്തിക്കേണ്ടതുണ്ടെന്ന് പോൾ ക്രുഗ്മാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ റിയാലിറ്റി എന്ന് പറയുന്നതിൽ പലപ്പോഴും ഈ കാര്യങ്ങൾ വരാറില്ല. സംസ്കാരം, നിയമം, ധർമ്മശാസ്ത്രം, സൗന്ദര്യശാസ്ത്രം, ഇങ്ങനെ യുക്തിവിചാരത്തിലേക്ക് ഷേപ്പ് ചെയ്തിട്ടുള്ള സയൻസ് മറ്റു മേഖലകളിലേക്ക് കടന്നു കയറിയിട്ടുള്ള ആ ഒരു മേഖലയെ പലപ്പോഴും വസ്തുനിഷ്ഠത എന്നുള്ളൊരു വാക്കുകൊണ്ട് പ്രതീകവൽക്കരിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ വസ്തുനിഷ്ഠതയുടെ സ്ഥാനം എവിടെയാണ്? വസ്തുനിഷ്ഠ ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യമല്ല, മറിച്ച് നമ്മുടെ അന്വേഷണങ്ങളെ വഴിതെറ്റാതെ നയിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ ഉപകരണമാണ്. അപ്പോൾ വസ്തുനിഷ്ഠത എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യമല്ല, അതായത് ശാസ്ത്രത്തിൻ്റെ അന്തിമ ലക്ഷ്യമല്ല വസ്തുനിഷ്ഠത, അതൊരു അന്വേഷണമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു എസൻസായിട്ട് കരുതുമ്പോഴാണ് ഈ ശാസ്ത്രത്തിൽ വസ്തുനിഷ്ഠതയ്ക്ക് അത്രയധികം പ്രാധാന്യം വരുന്നത്. ശാസ്ത്രത്തെ ഒരു പ്രോസസ്സായിട്ട് കരുതണം. ഇതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശാസ്ത്രം
ഇത് സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഒരു പ്രോസസ്സ് എന്ന നിലയിൽ വേണം, ഒരു പ്രക്രിയ എന്ന നിലയിൽ, ഒരു തുടർച്ച എന്ന നിലയിൽ, ഒരു അന്വേഷണം എന്ന നിലയിലാണ് ശാസ്ത്രത്തെ നമ്മൾ കാണേണ്ടത്. പക്ഷെ ശാസ്ത്രത്തെ നമ്മൾ പലപ്പോഴും വസ്തുനിഷ്ഠത എന്നൊരു വാക്കുകൊണ്ട് ഒരു എസെൻസ് ആയിട്ട് കാണുന്നു. ആ എസെൻസ് കണ്ടെത്താനുള്ള ഒരു മാർഗം എന്ന നിലയിലാണ് പലപ്പോഴും ശാസ്ത്രത്തെ നമ്മൾ സമീപിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ആ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് രണ്ടുപേരെ ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. ഒന്നാമത്തെ ആള് ശാസ്ത്രം ഒരു കണ്ടെത്തലല്ല, ഒരു അന്വേഷണമാണ് പറഞ്ഞു. അതൊരു എസെൻസ് അല്ല, ഒരു പ്രോസസ്സാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതിനുവേണ്ടി നമുക്ക് രണ്ട് വ്യക്തികളെ പരിചയപ്പെടേണ്ടതുണ്ട്. ഒന്ന് അയൻ റാൻഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. രണ്ടാമത്തേത് JD ബെർണൽ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയാണ്. ഈ അയൻ റാൻഡ് എന്ന് പറയുന്നയാൾ റഷ്യയിലാണ് ജനിച്ചത്. 1905 റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ ഒരു ബൂർഷോ കുടുംബത്തിലാണ് ഇവർ ജനിച്ചത്. ബൂർഷോ എന്ന വാക്കിന് അവിടെ വളരെ പ്രസക്തിയുണ്ട്. ഇവർ ജനിച്ചു വളർന്ന് ഒരു 12 വയസ്സെത്തുമ്പോൾ ചരിത്രത്തിലൊരു വലിയ സംഭവം ഉണ്ടാകുന്നു. ചരിത്രത്തെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവം. അത് ഇവരുടെ 12ാമത്തെ വയസ്സിലാണ് സംഭവിക്കുന്നത്. അയൻ റാൻഡ് എന്ന് പറയുന്ന ഒരു ലേഡിയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അത് ഈ 12ാമത്തെ വയസ്സിലെ സംഭവം എന്ന് പറഞ്ഞാൽ അന്നാണ് ലോകത്തെ പുതിയൊരു പാതയിലേക്ക് നയിക്കാം, നമുക്കൊരു പുതിയ ലോകം, വിപ്ലവ ലോകം സൃഷ്ടിക്കാം എന്ന് പറഞ്ഞിട്ട് 1917 റഷ്യയിൽ ബോൾഷെവിക്കുകളുടെ നേതൃത്വത്തിൽ റഷ്യൻ വിപ്ലവം നടക്കുന്നത്. ആ റഷ്യൻ വിപ്ലവം നടന്ന് ലെനിൻ്റെ നേതൃത്വത്തിൽ ബോൾഷെവിക്കുകൾ അധികാരം പിടിച്ചെടുത്തതിൻ്റെ ഫലമായി ഒരു സോഷ്യലിസ്റ്റ് ലോകം, ഒരു കമ്മ്യൂണിസ്റ്റ് ലോകം, ഒരു ഉട്ടോപ്യൻ ലോകം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമായി ആ നാട്ടിലെ ജനങ്ങളുടെ വസ്തുവകകൾ മുഴുവൻ പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തിപരമായ ആർക്കും വസ്തുവകകൾ പാടില്ല. വ്യക്തി എന്നൊരു സങ്കല്പത്തെക്കാൾ ഉപരി ഒരു സമൂഹം, ഒരു സ്റ്റേറ്റ് ഒരുമിച്ച് വ്യക്തികളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരൊറ്റ കേന്ദ്രീകൃത വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വിപ്ലവം നടക്കുകയും അങ്ങനെ അവിടുത്തെ വസ്തുവകൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഈ അയൻ റാൻഡിൻ്റെ അച്ഛൻ്റെ ഫാർമസിയും ഗവൺമെൻറ് അതിൻ്റെ ഭാഗമായിട്ട് കണ്ടുകെട്ടുകയാണ്, പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇവരിൽ വലിയ ഡിപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. ആ കൊച്ചു പെൺകുട്ടിക്ക് അത് താങ്ങാവുന്നതിലധികമായ ഒരു മാനസിക വ്യഥയാണ് ഉണ്ടാക്കി തീർക്കുന്നത്. അവർ ആ 12ാമത്തെ വയസ്സിൽ തന്നെ ചിന്തിക്കുന്നുണ്ട്, വ്യക്തിയെ ഭരണകൂടത്തിനായി ജീവിക്കാൻ നിർബന്ധിക്കുന്ന ബോൾഷെവിക്കുകളുടെ ആശയത്തോട് 12ാം വയസ്സിൽ തന്നെ തനിക്ക് വെറുപ്പായിരുന്നുവെന്ന് ഈ അയൻ റാൻഡ് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഈ സ്വത്തുവകകൾ കണ്ടുകെട്ടുകയും ഫാർമസി കണ്ടുകെട്ടുകയും ചെയ്യുന്നതിന് ശേഷം അതിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ ക്രിമിയയിലേക്ക് പലായനം ചെയ്യുന്നു കുടുംബസമേതം. അവിടെ വെച്ചിട്ട് അവർ ഒരു പുതിയ കാര്യം പഠിക്കുന്നത് അമേരിക്കൻ ചരിത്രം പഠിക്കുകയാണ്. അപ്പോൾ അമേരിക്കൻ ചരിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉദ്ഘോഷിക്കപ്പെട്ട ഒരു ഭരണഘടന നിർമ്മിക്കപ്പെട്ട സ്ഥലമായിരുന്നു അമേരിക്ക. അപ്പോൾ അമേരിക്ക അവരുടെ ഒരു സ്വപ്ന രാജ്യമായി കാണുകയും എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചേരണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു തത്വചിന്തയുടെ അടിത്തറയായി പിന്നീട് മാറുന്നത് ഈ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളാണ് അവരുടെ മനസ്സിൽ നടക്കുന്നത്. അങ്ങനെ അമേരിക്കയിൽ എത്തിച്ചേരുകയും അവിടെ വെച്ചിട്ട് കളക്ടിവിസത്തിനെതിരായിട്ടുള്ള നിരവധി പ്രഭാഷണങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അമേരിക്കയിൽ എത്തിച്ചേർന്ന ശേഷം അവർ അവിടെ ഒരു സിനിമാ ലോകത്ത് കഥാകൃത്തായിട്ടും തിരക്കഥാകൃത്തായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. കഥാകൃത്തും തിരക്കഥാകൃത്തും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നൊരു സിനിമാ സംവിധായകനെ വിവാഹം കഴിച്ച് അങ്ങനെ ജീവിച്ചു വരുമ്പോൾ ഇവർക്ക് ഈ 12ാം വയസ്സിൽ അനുഭവിച്ച മാനസിക വ്യഥയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അവർക്കപ്പോൾ താല്പര്യം ഉണ്ടായിരുന്നത് സാഹിത്യം, കല, സിനിമ, ഫിലോസഫി, ശാസ്ത്രം തുടങ്ങിയ മേഖലകളിലായിരുന്നു അവർക്ക് താല്പര്യം. അപ്പോൾ ഈ കളക്ടിവിസത്തിൻ്റെ വ്യക്തിയെ കീഴ്പ്പെടുത്തുന്ന സ്റ്റേറ്റിൻ്റെ പ്രവണതയ്ക്കെതിരെ ഫിലോസഫിക്കലായി ചിന്തിക്കുകയും അതിനുവേണ്ടി എഴുതണമെന്ന് വളരെ അവർ അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ ചെന്നതിന് ശേഷം അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയായ സാഹിത്യത്തിൽ നോവൽ എഴുതുന്നുണ്ട്. ആ നോവലിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വാചകം ഇതാണ്. അത് ജോൺ ഗാൾട്ട് എന്ന് പറയുന്ന ഒരു കഥാപാത്രം. ആ നോവലിൻ്റെ പേര് അറ്റ്ലസ് ഷ്രഗ്ഡ് എന്നാണ്. അതിൽ ജോൺ ഗാൾട്ട് എന്ന കഥാപാത്രം അവരുടെ ഒരു ജീവിതത്തിൻ്റെ തന്നെ മുഴുവൻ സാരാംശമായി പറയാവുന്ന ഒരു വാചകം അതിലെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. എൻ്റെ ജീവനെ കൊണ്ടും അതിനോടുള്ള എൻ്റെ സ്നേഹത്തെ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു, ഞാനൊരിക്കലും മറ്റൊരു മനുഷ്യന് വേണ്ടി ജീവിക്കുകയില്ല, മറ്റൊരു മനുഷ്യൻ എനിക്ക് വേണ്ടി ജീവിക്കണമെന്ന് ആവശ്യപ്പെടുകയുമില്ല. അതാണ് ഈ ജോൺ ഗാൾട്ട് എന്ന കഥാപാത്രത്തിൻ്റെ ഒരു പ്രധാന സന്ദേശമായി ആ നോവൽ വരുന്നത്.
അപ്പോൾ അത് അവരനുഭവിച്ച മാനസികതയുടെ ഒരു പ്രതിഫലനം എന്ന നിലയിലാണ് ആ നോവലിലെ ആ കഥാപാത്രം അങ്ങനെ പറയുന്നത്. ഞാനൊരിക്കലും മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുകയില്ല, മറ്റൊരു വ്യക്തി ഒരിക്കലും എനിക്ക് വേണ്ടി ജീവിക്കുകയും അരുത്. അതായത് കളക്ടിവിസം പാടില്ല, കൂട്ടായ്മയാണ് പ്രശ്നം. വ്യക്തികളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കേണ്ട ആവശ്യമില്ല. ഈ ആൾട്രൂയിസം, പരസ്പര സ്നേഹം എന്നൊക്കെ പറയുന്നത് ഒരു മിഥ്യയാണ്. ശരിയായി വേണ്ടത് ഒരു സ്വാർത്ഥതയുള്ള മനോഭാവമാണ്. അങ്ങനെ ഒരു മനോഭാവത്തിന് മാത്രമേ മനുഷ്യ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവരവരുടെ തത്വശാസ്ത്രം രൂപീകരിക്കുന്നത്. അത് ഒബ്ജക്റ്റിവിസമാണ്. ആ തത്വശാസ്ത്രമാണ് ഒബ്ജക്റ്റിവിസം, വസ്തുനിഷ്ഠത എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവരുടെ ഒരു തത്വശാസ്ത്രമാണ്. അതിൽ സ്വാർത്ഥത ഒരു പുണ്യമായിട്ട് തന്നെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു തിയറി അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: യാഥാർത്ഥ്യം വസ്തുനിഷ്ഠമാണ്. അത് നമ്മുടെ ചിന്തകൾക്ക് അതീതമായി നിൽക്കുന്ന ഒന്നാണ്. നമ്മുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും മാനസിക പ്രേരണകൾക്കും ഉപരിയായി ശരിയൊരു യാഥാർത്ഥ്യം, മനുഷ്യന് മനസ്സിന് പുറത്ത് ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ യാഥാർത്ഥ്യത്തെ കണ്ടെത്തുകയാണ് മനുഷ്യൻ്റെ ശരിയായ കർത്തവ്യം. അപ്പോൾ സയൻസിനുമായിട്ടൊക്കെ അടുത്ത് നിൽക്കുന്ന ചില ഒരു ജ്ഞാനശാസ്ത്രപരമായ, രീതിശാസ്ത്രപരമായ നിലപാടാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ യാഥാർത്ഥ്യം കണ്ടെത്താനുള്ള മാർഗം എന്താണ്? അതിനൊരു മാർഗ്ഗമേ ഉള്ളൂ: യുക്തി ഉപയോഗിക്കുക. യാഥാർത്ഥ്യത്തെ അറിയാനും നമുക്ക് അതിജീവിക്കാനുമുള്ള ഒരേ ഒരു മനുഷ്യൻ്റെ ഉപകരണം യുക്തിയാണ്. അപ്പോൾ ഒരു യാഥാർത്ഥ്യമുണ്ട്, അത് മനസ്സിലാക്കാൻ നമുക്ക് മാനസികമായ വിചാരങ്ങളോ നേരിട്ടുള്ള പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ കഴിയുമ്പോൾ തന്നെ അതിനെ യുക്തി ഉപയോഗിച്ച് വിശകലനം ചെയ്ത് വേണം ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ എന്നുള്ളത്. അപ്പോൾ ഇത്രയായി. ഇതിനൊരു ധാർമ്മിക ജീവിത വ്യവസ്ഥ വേണം. ആ ധാർമ്മിക ജീവിത വ്യവസ്ഥ അവർ കണ്ടെത്തുന്നത് റാഷണൽ സെൽഫ് ഇൻട്രസ്റ്റ് എന്ന സ്വാർത്ഥതയാണ്. അതായത് ഓരോ വ്യക്തിയുടെയും പരമമായ ധാർമ്മിക ലക്ഷ്യം സ്വന്തം ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. സ്വന്തം ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം സ്വാർത്ഥതയാണ്. കാരണം ഓരോരുത്തരും ജീവിക്കുന്നത് അവനവന് വേണ്ടിയാണ്, ഓരോരുത്തരും പ്രയത്നിക്കുന്നത് അവനവന് വേണ്ടിയാണ്. അവനവൻ്റെ ഉയർച്ചയാണ് ഓരോ ജീവിയുടെയും അടിസ്ഥാന ധർമ്മം. അപ്പോൾ ഈ സ്വാർത്ഥതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയും അവൻ്റെ ഇടം തേടി സ്വതന്ത്രമായ ഒരു രാജ്യമുണ്ടാകും. ഈ കളക്ടിവിസവും പരസ്പര സഹകരണവും ഒരാൾക്ക് അടിമയായി ജീവിക്കേണ്ടി വരുന്ന ലോകത്തിൻ്റെ പ്രവണതയുമാണ് ഈ ലോകത്തെ പ്രശ്നങ്ങൾക്ക് കാരണം. സ്വാർത്ഥത എന്നൊരു ധാർമ്മിക വ്യവസ്ഥയുണ്ടെങ്കിൽ മനുഷ്യന് ഏറ്റവും നന്നായി ജീവിക്കാൻ കഴിയും എന്ന് അതിൻ്റെ ലാസ്റ്റ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറിലേക്ക് എത്തിച്ചേരുന്നത് മുതലാളിത്തം എന്ന ക്യാപിറ്റലിസം എന്ന വ്യവസ്ഥയിലേക്കാണ്. ലെയ്സസ്ഫിയർ ആണ് അവർ ക്യാപിറ്റലിസത്തിന് ഏറ്റവും നല്ലൊരു മാർഗമായി കാണുന്നത്. ലെയ്സസ്ഫിയർ എന്ന് പറഞ്ഞാൽ ആരും ഇടപെടാതിരിക്കുക എന്നുള്ളതാണ്. അത് ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ വിപണിയിൽ ആരും ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. പക്ഷെ ഇവരതിനെ ഒരു ജീവിത ധാർമ്മിക വ്യവസ്ഥയായിട്ട് തന്നെ കാണുന്നു. വിപണിയിലെന്നല്ല, മനുഷ്യൻ്റെ കാര്യത്തിൽ തന്നെ പരസ്പരം ആരും ഇടപെടാതിരിക്കുക. ആ ഇടപെടലുകളാണ് ഒരു മനുഷ്യൻ്റെ മേൽ മറ്റൊരു മനുഷ്യൻ തുടങ്ങുന്നിടത്താണ് മനുഷ്യ സമൂഹത്തിൻ്റെ അപജയം തുടങ്ങുന്നത്. അതുകൊണ്ട് വ്യക്തിയെ അവൻ്റെ ഇഷ്ടത്തിന് വിടുക, ആരും അവൻ്റെ മേൽ കുതിര കയറരുത്. ഓരോ വ്യക്തിയും ഓരോ സ്വതന്ത്ര യൂണിറ്റാണ്. നമ്മൾ സാധാരണ കേട്ട് പരിചരിച്ചിട്ടുള്ള ഏറ്റവും ഒരു മൈനോറിറ്റി, പേഴ്സൺ ഈസ് എ മൈനോറിറ്റി യൂണിറ്റ് എന്നൊക്കെ നമ്മളിവിടെ പലപ്പോഴും കേരളത്തിലൊക്കെ കേട്ട് പരിചരിച്ചിട്ടുള്ളൊരു വാചകമാണ്. അപ്പോൾ വ്യക്തിയെ അവൻ്റെ ഇഷ്ടത്തിന് വിടാവുന്ന ഒരു സംവിധാനമായിരിക്കണം ആധുനിക ലോകം എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഇത് അവരുടെ ഒരു ലോകവീക്ഷണം, ഒരു മെറ്റാഫിസിക്സ് അല്ലെങ്കിൽ ഒരു ലോകവീക്ഷണം എന്നൊക്കെ പറയാവുന്നത് ഇതാണ്. ഈ വസ്തുനിഷ്ഠതയാണ്. വസ്തുനിഷ്ഠത എന്നുള്ളത് എന്താണ്? ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റും? എ ഈസ് എ എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു കുട്ടിയെ ഒരു കാര്യം പഠിപ്പിക്കണമെങ്കിൽ ഒരു കസേര, അതിന് 4 കാലുണ്ട്, ചാരി ഇരിക്കാവുന്ന ഒരു ഇരിപ്പിടം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു വസ്തുതയാണ്, ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞാലേ കുട്ടിയെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുകയുള്ളൂ ഇതാണ് യാഥാർത്ഥ്യം എന്ന്. ആ യാഥാർത്ഥ്യം മാറിക്കൊണ്ടിരിക്കുന്നതാണെങ്കിലോ, ഒരു കസേര കുറച്ച് കഴിയുമ്പോൾ മേശയാണെന്ന് വന്നാൽ അവിടെ യാഥാർത്ഥ്യമല്ല, യാഥാർത്ഥ്യം മാറി. അപ്പോൾ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ എ ഈസ് എ, ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് അവരുടെ ഒരു ലോകവീക്ഷണമായിട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ യുക്തിയുടെ പ്രയോഗത്തിലൂടെ സ്വന്തം താല്പര്യങ്ങൾ പിന്തുടരുക.
ഈ സ്വന്തം താല്പര്യങ്ങൾ പിന്തുടരാൻ വേണ്ടി യുക്തി ഉപയോഗിക്കുന്നതാണ് അവരുടെ ഒരു ജ്ഞാനശാസ്ത്രം. അവരുടെ ഒരു വൈജ്ഞാനിക വ്യവസ്ഥ കൊണ്ടുവരുന്നത് യുക്തിയുടെ പ്രയോഗത്തിലൂടെ സ്വന്തം താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, യാഥാർത്ഥ്യമുണ്ട്, അതൊന്ന് മനസ്സിലാക്കാൻ യുക്തി ഉപയോഗിക്കാം. യാഥാർത്ഥ്യം എന്താണ്? നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മളിപ്പോൾ ഈ മാർക്സിസത്തിൻ്റെ ഒരു ചലന നിയമം അനുസരിച്ച് ഒരു സമയം ഒരു വസ്തു അതായിരിക്കുകയും അല്ലാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു സമയം കസേര എന്ന് പറയുമ്പോൾ തന്നെ അല്ലാതിരിക്കുമ്പോൾ എന്തായിരിക്കും? കസേര ഒരു മേശയായി മാറണം. അതാണ് മാർക്സിയൻ ഒരു വേദാന്തമായിട്ട് നമുക്ക് തോന്നാം. മാർക്സിയൻ തിയറി വെച്ചിട്ട് ഒരു വസ്തു ഒരേ സമയം അതായിരിക്കും അല്ലായിരിക്കും ചെയ്യുമ്പോഴാണ് ചലനം സാധ്യമാകുന്നത്. ആ ചലനത്തിലൂടെയാണ് വൈരുദ്ധ്യേഷ്ടമായ ലോകം ഇന്ന് മുഴുവൻ ചലിച്ച് ഇവിടം വരെ എത്തിയിരിക്കുന്നതെന്നാണ് ഒരു മാർക്സിയൻ തിയറി പ്രകാരം പറയാവുന്നത്. പക്ഷേ അതിന് ഓപ്പോസിറ്റാണ് അയൺ റാൻഡ് പറയുന്നത്. എ ഈസ് എ, യാഥാർത്ഥ്യമുണ്ട്, അതിന് മാറ്റമില്ല, അത് യുക്തിയിലൂടെ അറിയാം. ഈ യുക്തിയിലൂടെ മനുഷ്യനെ മുന്നോട്ട് നയിക്കാനുള്ള മാർഗം സ്വാർത്ഥതയാണ്. ഇതാണ് അവരുടെ മൊത്തത്തിലുള്ള ഒരു ലോകവീക്ഷണം എന്ന് പറയാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ചുരുക്കം പറഞ്ഞത്രേ ഉള്ളൂ. ഈ അയൺ റാൻഡ് റഷ്യയിൽ ജനിച്ച് കമ്മ്യൂണിസത്തിൻ്റെ ഭീകരത അനുഭവിച്ച് അമേരിക്കയെക്കുറിച്ച് പഠിക്കുന്നു, അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പഠിക്കുന്നു. അങ്ങനെ ഒരു ലോകമാണ് ഏറ്റവും മഹത്തായ ലോകം എന്ന് പറയുന്നു. ആ ക്യാപിറ്റൽ വ്യവസ്ഥ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ക്യാപിറ്റൽ വ്യവസ്ഥയെ കുറെ കൂടെ പരിഷ്കരിച്ച് മനുഷ്യൻ്റെ ജീവിതത്തിൽ പോലും ആരും ഇടപെടാത്ത സ്വതന്ത്രമായ ജീവിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് ഓരോ വ്യക്തിയും സ്വന്തം അസ്തിത്വത്തോടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്ന ഒരു വ്യവസ്ഥ നമുക്ക് വേണം എന്ന ഒരു വസ്തുനിഷ്ഠവാദം അവതരിപ്പിച്ച വ്യക്തിയാണ് അയൺ റാൻഡ് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ വ്യക്തി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു J.D. ബെർണൽ എന്നാണ്. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ 1901 അയർലൻഡിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1919 ഇംഗ്ലണ്ടിൽ വിദ്യാഭ്യാസം ആരംഭിച്ച് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാഭ്യാസം നടത്തി. അവിടെ H.D. ഡിക്കൻസ് എന്ന് പറയുന്ന ആളെ ഈ J.D. ബെർണൽ പരിചയപ്പെടുന്നുണ്ട്. H.D. ഡിക്കൻസ് സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് വളരെ ആഭിമുഖ്യമുള്ള ആളായിരുന്നു. 1919 അവസാനത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രേരണയും മറ്റ് സുഹൃത്തുക്കളുടെ പ്രേരണയും അവിടെ മനസ്സിലാക്കി ഈ നമ്മുടെ J.D. ബെർണൽ എന്ന് പറയുന്ന വ്യക്തി ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം മാർക്സിസം കൂടെ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ 1923 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുന്നുണ്ട്. ഇദ്ദേഹം ബിരുദധാരിയായി അവിടെ തന്നെ ഗവേഷണം നടത്തുന്നുണ്ട്. വലിയ ശാസ്ത്രജ്ഞനായി തീരുന്നുണ്ട്. അദ്ദേഹം ഈ ക്രിസ്റ്റലോഗ്രഫി വെച്ചിട്ട് പദാർത്ഥത്തിൻ്റെ ഘടനയൊക്കെ കണ്ടെത്തുന്ന വലിയൊരു ശാസ്ത്രജ്ഞനായി തീരുന്നുണ്ട്. ഒരേ സമയം വിപ്ലവകാരിയും ശാസ്ത്രജ്ഞനും കമ്മ്യൂണിസ്റ്റും ഒരു മുതലാളിത്ത സൈനിക തന്ത്രജ്ഞനുമൊക്കെ ആകാൻ ഇദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അദ്ദേഹത്തെ കൂടെയുള്ള സുഹൃത്തുക്കൾ വിളിച്ചിരുന്നത് സേജ് എന്നാണ്. അതായത് ഏറ്റവും വിജ്ഞാനി, ഏറ്റവും ലോകത്തെക്കുറിച്ച് കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരു വിജ്ഞാനി എന്ന നിലയിലാണ് ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ വിളിക്കാൻ കാരണം ശാസ്ത്രം, തത്വചിന്ത, രാഷ്ട്രീയം എന്നിവയുടെ ഒരു സംഗമ സ്ഥാനമായിട്ടാണ് സുഹൃത്തുക്കൾ ഈ J.D. ബെർണലിനെ കാണുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ഒരു ഘടന അന്വേഷിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒരു ബ്രിട്ടീഷ് ഒരു മന്ത്രി ഇദ്ദേഹത്തെ ആ സമയത്ത് വിളിക്കുന്നത്. അദ്ദേഹം ഈ മാർക്സിസത്തിലേക്കുള്ള ചായ്വ് കാരണം ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ തന്നെ ഇദ്ദേഹത്തോടൊരു അതൃപ്തി വരുന്നുണ്ട്. കാരണം ഒന്ന് ശാസ്ത്രമാണ്, മറ്റൊന്ന് പ്രത്യയശാസ്ത്രമാണ്. ഇത് തമ്മിലുള്ളൊരു ചേർച്ച പ്രധാന പ്രശ്നമായിട്ട് വരുന്നത് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ശാസ്ത്രത്തോട് താല്പര്യമുള്ള ക്യാപിറ്റലിസ്റ്റോടൊക്കെ താല്പര്യമുള്ള രണ്ട് വിഭാഗങ്ങളായിട്ട് അവിടുത്തെ കോളേജിലെ പൊളിറ്റിക്സ് രണ്ടായിട്ട് മാറുന്നുണ്ട് യൂണിവേഴ്സിറ്റിയിലെ. അതിലൊരു വിഭാഗം ഈ നമ്മുടെ ക്യാപിറ്റലിസ്റ്റോട് വളരെ ആഭിമുഖ്യമുള്ളവരും സോഷ്യലിസ്റ്റോട് ആഭിമുഖ്യമുള്ള രണ്ട് ചേരിയായിട്ട് മാറുന്നുണ്ട്. ഇദ്ദേഹത്തോട് അതൃപ്തി ഉണ്ടെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ ബഹുമുഖ പ്രതിഭയും മറ്റാവശ്യങ്ങൾ കൊണ്ട് ഒരു മന്ത്രി തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം നരകത്തിലെ തീനാളങ്ങളെ പോലെ ചുവന്നാണെങ്കിൽ പോലും എനിക്ക് അദ്ദേഹത്തെ വേണം, അദ്ദേഹത്തെ കൊണ്ട് പ്രയോജനമുണ്ട്. അപ്പോൾ ശാസ്ത്രത്തിലും മറ്റു മേഖലകളിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ള ഇത് കുറച്ച് സുഹൃത്തുക്കൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയാൽ പോലും അവർ കൂട്ടാതിരുന്നില്ല. അദ്ദേഹത്തെ കൂടെ കൊണ്ടുപോകുക തന്നെയാണ്, ഒരുമിച്ച് വർക്ക് ചെയ്യുക തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഘടന തേടുന്ന മനസ്സാണ്. പാറ്റേൺ, എന്തിലും പാറ്റേൺ നോക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ ഒരു ഏകീകൃത ശക്തി എന്ന് പറഞ്ഞാൽ ഈ പാറ്റേണുകൾ തേടി നടക്കുക. എന്താണ് സമൂഹത്തിൻ്റെ ഘടന, എന്താണ് ശാസ്ത്രത്തിലെ ഓരോ വസ്തുക്കളുടെയും ഘടന, എന്താണ് ഗണിതത്തിലെ ഘടന, എന്താണ് മനുഷ്യൻ്റെ മാനസികാവസ്ഥയുടെ ഘടന, ഇങ്ങനെ ഘടന അന്വേഷിച്ച് നടക്കുന്ന ഒരാളായിരുന്നു ഇദ്ദേഹം. അങ്ങനെ അദ്ദേഹം ഗണിതത്തിലെ ഘടന അന്വേഷിക്കുന്നുണ്ട്, പദാർത്ഥത്തിൻ്റെ ഘടന അന്വേഷിക്കുന്നുണ്ട്, ക്രിസ്റ്റലോഗ്രഫി ഉപയോഗിച്ച് ഗ്രാഫൈറ്റ്, പ്രോട്ടീനുകൾ, വൈറസുകൾ തുടങ്ങിയ സങ്കീർണമായ തന്മാത്രകളുടെ ഭൗതിക ഘടന അദ്ദേഹം വിജയകരമായി നിർണ്ണയിക്കുന്നുണ്ട്.
അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ ഘടന അന്വേഷിക്കുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ അത് സമൂഹത്തിൻ്റെ ഘടന അന്വേഷിക്കുന്നത് മാർക്സിസവും ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസും അദ്ദേഹത്തിൻ്റെ ചരിത്രവും സാമ്പത്തികവുമായ പ്രതിഭാസങ്ങളെ മനസ്സിലാക്കാനുള്ള ചിട്ടയായ ചട്ടക്കൂട് നൽകി. ഇതൊരു ആസൂത്രിത സമൂഹത്തിനായുള്ള അദ്ദേഹത്തിൻ്റെ ഇതിനൊരു തുടക്കമിട്ടു. ഒരു ആസൂത്രിത സമൂഹം വേണം. ഈ കേന്ദ്രീകൃതമായി ആസൂത്രിതമായി നിയന്ത്രിക്കുന്ന ഒരു സമൂഹം കൊണ്ടേ നമുക്കൊരു ലോകത്തെ മാറ്റാൻ കഴിയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം പറഞ്ഞ അയൺ റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് മനോഭാവം. അവർ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത്. ഇവിടെ ഒരു കളക്റ്റീവായിട്ടുള്ള കേന്ദ്രീകൃതമായ വ്യക്തിക്ക് പ്രാധാന്യമില്ലാത്ത, നമ്മൾ നേരത്തെ റഷ്യയുടെ റവല്യൂഷൻ കണ്ട വസ്തുവകൾ പിടിച്ചെടുത്ത് ഒരു സോഷ്യലിസ്റ്റ് സമൂഹം കേന്ദ്രീകൃതമായി നയിക്കുന്ന ഒരു വ്യവസ്ഥയ്ക്ക് മാത്രമേ മനുഷ്യ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റുകയുള്ളൂ എന്നായിരുന്നു ഈ ജെ.ഡി. ബർണലിൻ്റെ ഒരു തോട്ട് എന്ന് പറയാവുന്നത്. അപ്പോൾ അദ്ദേഹം മുതലാളിത്തത്തിനെതിരായിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു സിദ്ധാന്തം കൊണ്ടുവരുന്നത്. 1939 അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നുണ്ട്, ദ സോഷ്യൽ ഫങ്ഷൻ ഇൻ സയൻസ്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ദ സോഷ്യൽ സയൻസ് ഇൻ ഫങ്ഷൻസ്. അതിനകത്ത് മുതലാളിത്തത്തിൻ്റെ പരിമിതികൾ പറയുന്നുണ്ട്. ശാസ്ത്രത്തിൻ്റെ പരാജയം മുതലാളിത്ത ഉൽപ്പാദന രീതിയുടെ അനിവാര്യമായ ഒരു സവിശേഷതയാണ്. ശാസ്ത്രത്തിന് അതിൻ്റെ പൂർണ്ണമായ കഴിവ് കൈവരിക്കണമെങ്കിൽ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ മാത്രമേ കഴിയൂ എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. കുറച്ചുകൂടെ ഒരു പടി കൂടെ കടന്ന് ശാസ്ത്രം കമ്മ്യൂണിസമാണ്. ശാസ്ത്രത്തിൻ്റെ സഹകരണപരവും സംഘടിതവുമായ സ്വഭാവം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായി ചേർന്ന് പോകുന്നു എന്ന് അദ്ദേഹം വാദിച്ചു. അപ്പോൾ കുറച്ചുകൂടെ കടന്നിട്ട് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസമാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ശാസ്ത്രമാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കഴിഞ്ഞ 10-60 വർഷമായി പരിചിതമുള്ള വാക്കാണ്. കഴിഞ്ഞ 30 വർഷമായിട്ടാണ് അങ്ങനെ ഉപയോഗിക്കാത്തത്. ശാസ്ത്രങ്ങളുടെ ശാസ്ത്രമാണ് കമ്മ്യൂണിസം. നമ്മൾ ശാസ്ത്രം പഠിക്കുന്നുണ്ട്, അതിനേക്കാൾ ഉയർന്ന ശാസ്ത്രമാണ് കമ്മ്യൂണിസം എന്ന് പലപ്പോഴും പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ള നമ്മുടെ സോഷ്യൽ ഡിസ്കോഴ്സിലൊക്കെ വന്നിട്ടുള്ളൊരു പദമാണ്. അപ്പം ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, ഈ 2 കാര്യങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തുകയായിരുന്നു. വസ്തുനിഷ്ഠമായ ശാസ്ത്രീയമായോ എന്നുള്ളതാണ് നമ്മുടെ ഒരു അടുത്തൊരു വിഷയത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഒന്ന് പറഞ്ഞത് ഇത് രണ്ടും വസ്തുനിഷ്ഠമാണ്. കാരണം ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് വസ്തുനിഷ്ഠമാണ്. നമ്മൾ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. മൂർത്തമായ സാഹചര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് തന്നെ മാർക്സിസത്തിലെ ഒരു വസ്തുനിഷ്ഠതയാണ്. അപ്പോൾ അയൺ റാൻഡും പറഞ്ഞത് വസ്തുനിഷ്ഠതയാണ്, മാർക്സിസവും പറയുന്നത് വസ്തുനിഷ്ഠതയാണ്. ഒബ്ജക്റ്റീവ്സോ എന്നും മെറ്റീരിയലിസം എന്നൊക്കെ പല പേരുകളിൽ നമ്മളത് കേരളത്തിൽ പരിചയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫങ്ഷണൽ ബെനിഫിറ്റാണ് നമ്മളിതുവരെ പറഞ്ഞത്. രണ്ടിൻ്റെയും നോക്കാം. ഒന്ന്, മാർക്സിസം സെക്കുലറാണ്, മെറ്റീരിയലിസ്റ്റിക്കാണ്, വസ്തുനിഷ്ഠമാണ്. ഒബ്ജക്റ്റീവ്സും സെക്കുലറിസമാണ്, മെറ്റീരിയലിസ്റ്റിക്കാണ്, വസ്തുനിഷ്ഠമാണ്. ഒന്നിൽ മാർക്സിസത്തിൽ സമൂഹത്തിൻ്റെ കൂട്ടായ്മ, കളക്റ്റീവിസ്റ്റ് ഒരു മനോഭാവമാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് മാർക്സിസം പറയുന്നത്. ഈ ഒബ്ജക്റ്റീവ്സം പറയുന്നത് വ്യക്തിയുടെ താല്പര്യമാണ് എന്നാണ് ഒബ്ജക്റ്റീവ്സം പറയുന്നത്. ഇതിൻ്റെ സാമ്പത്തിക രീതി ഒന്ന് സോഷ്യലിസവും കമ്മ്യൂണിസമാണ്, മറ്റൊന്ന് ലേസസ് ഫെയർ ക്യാപിറ്റലിസമാണ്. അതായത് ആരും മാർക്കറ്റിൽ ഇടപെടാൻ പാടില്ല. അതിനൊരു ഇൻവിസിബിൾ ഹാൻഡ് ഉണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ ശക്തി എന്നൊക്കെ പറയുന്ന പോലെ മാർക്കറ്റിന് തന്നെ ഒരു ഇൻവിസിബിൾ ഹാൻഡ് ഉണ്ട്. അത് സ്വയം നീതിയെ നിയന്ത്രിച്ചു കൊള്ളും എന്നുള്ളൊരു സങ്കല്പമാണ് ലേസസ് ഫെയർ ക്യാപിറ്റലിസം. അപ്പോൾ ഒന്നിൽ മാർക്സിസത്തിൽ ഒരു സാമൂഹ്യ നീതിയെക്കുറിച്ച് പറയുന്നു. നമ്മുടെ സമൂഹത്തിൽ പുലരേണ്ട നാളേക്കുള്ള സമൂഹത്തിന് വേണ്ടിയുള്ള സാമൂഹ്യ നീതിയെക്കുറിച്ച് പറയുന്നു. മറ്റൊന്ന്, ഈ ഒബ്ജക്റ്റീവ്സും സ്വന്തം ലാഭം, അവനവൻ്റെ നേട്ടം, അവനവൻ്റെ മേന്മ മാത്രം പറയുന്ന ഒന്നാണ് ഒബ്ജക്റ്റീവ്സം. അപ്പോൾ ഇതിനൊരു ഫങ്ഷണൽ ബെനിഫിറ്റ് ഇതാണ്. ഒരു സമൂഹത്തിൽ അനീതി കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും കന്നലൊരു തരിമതി എന്നൊക്കെ പറയാറുള്ള പോലെ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഇത് ചോദ്യം ചെയ്യാൻ മാർക്സിസ്റ്റ് ആയാൽ മതിയായിരുന്നു എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും. മനുഷ്യ സമൂഹത്തിലെ മനുഷ്യർക്ക്, ചിന്തിക്കുന്നവർക്ക് തോന്നുന്ന സ്വാഭാവിക വികാരമാണ് സാമൂഹ്യമായ അനീതി കാണുമ്പോൾ ഒരു മാർക്സിസ്റ്റ് ആയാൽ മതിയായിരുന്നു എന്ന് പറയും. അതേസമയം തന്നെ ഒരു സ്റ്റേറ്റ് വ്യക്തിയുടെ മേൽ അമിതമായി ഇടപെടുന്നു. വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമില്ല, സംസാര സ്വാതന്ത്ര്യമില്ല, ചിന്താ സ്വാതന്ത്ര്യമില്ല, പ്രതികരണ സ്വാതന്ത്ര്യമില്ല. നമ്മൾ അടിമയെ പോലെ ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഒരു സ്റ്റേറ്റിന് കീഴിൽ അടിമയെ പോലെ വ്യക്തി ജീവിക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റേറ്റ് വ്യക്തിയെ ഉപകരണമാക്കി മാറ്റുമ്പോൾ, സ്റ്റേറ്റ് മർദ്ദനോപകരണമാകുമ്പോൾ നമുക്ക് തോന്നും ഇത് വേണ്ടിയിരുന്നില്ല, വ്യക്തിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന കുറെ കൂടെ ലിബറലായ ഒരു സമൂഹം മതിയായിരുന്നു എന്ന് തോന്നും. അപ്പോൾ ഇതാണ് ഈ 2 വസ്തുനിഷ്ഠതയും മുന്നോട്ട് വയ്ക്കുന്ന ഫങ്ഷണൽ ബെനിഫിറ്റ്. ഫങ്ഷണൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആശയത്തിന് ഒരേ സമയം ഒരു ഫങ്ഷണൽ ബെനിഫിറ്റും ഉണ്ട്, ഒരു സ്ട്രക്ചറൽ ബെനിഫിറ്റും ഉണ്ട്. ഫങ്ഷണൽ ബെനിഫിറ്റ് ആണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അതിൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ശ്രീനാരായണ ഗുരു സഹോദരൻ അയ്യപ്പനായിട്ടാണോ എന്നറിയില്ല, ദൈവവിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവവിശ്വാസം നല്ലതാണ്. കാരണം രാവിലെ എഴുന്നേൽക്കുന്നു, വ്യക്തികളൊക്കെ കുളിക്കുന്നു, ശുചിയാകുന്നു. അപ്പോൾ ശുചിയാകുക എന്നൊരു
പ്രവൃത്തി അതിനകത്തുണ്ട്. അതിൻ്റെ ഒരു ഫങ്ഷണൽ ബെനിഫിറ്റാണ്, ഒരു സോഷ്യൽ ബെനിഫിറ്റാണ് ദൈവവിശ്വാസം ഉണ്ടായിരിക്കുമ്പോൾ. ശ്രീനാരായണ ഗുരു പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫങ്ഷണൽ ബെനിഫിറ്റ് എന്താണ്? രാവിലെ എഴുന്നേൽക്കുന്നു, ശുചിയാകുന്നു. അല്ലെങ്കിൽ നമ്മൾ സനാതനം പേജിലൊക്കെ കാണാം, നമ്മുടെ പൗരാണിക ജനത പ്രമേഹത്തെ അതിജീവിച്ചത് രാവിലെ എഴുന്നേറ്റ് നടന്ന് ക്ഷേത്രത്തിൽ പോകുന്നു. അപ്പോൾ ഒരു 15 മിനിറ്റ് ദിവസവും നടക്കുമ്പോൾ ശരീരം ആ എക്സർസൈസിന് തുല്യമാണ്. എക്സർസൈസ് ചെയ്യാൻ ആൾക്കാരോട് പറയുമ്പോഴാണ് മടി, പക്ഷെ ഒരു വിശ്വാസം അവർക്ക് ഇങ്ങനെ ഒരു നേട്ടം നൽകുന്നുണ്ട്. നടന്ന് ക്ഷേത്രം വരെ പോകുമ്പോൾ അവർക്ക് ആ ഒരു ആരോഗ്യം ലഭിക്കുന്നു. അപ്പോൾ നമുക്കതിൻ്റെ ഒരു സോഷ്യൽ ബെനിഫിറ്റ് 2-3 കാര്യം പറയാം. ശുചിയാകുന്നു, ആരോഗ്യം ലഭിക്കുന്നു തുടങ്ങിയ ഇതൊക്കെ എൻ്റെ സോഷ്യൽ ബെനിഫിറ്റാണ്. പിന്നെ വിശ്വസിക്കുന്നതുകൊണ്ടുള്ള അയാളുടെ സന്തോഷം, ഒരു ദൈവത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശ്വസിക്കുന്നതുകൊണ്ട് അയാളുടെ സന്തോഷം. ഇങ്ങനെ 3-4 ബെനിഫിറ്റ്, സോഷ്യൽ ബെനിഫിറ്റ് പറയാം. ഇതിൻ്റെ സ്ട്രക്ചറൽ ബെനിഫിറ്റ് എന്താണ്? സ്ട്രക്ചറൽ ബെനിഫിറ്റ് ക്ഷേത്രമാണ് അല്ലെങ്കിൽ വിഗ്രഹമാണ്. അതിനെ നമ്മളൊരു കാണുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരണമല്ലോ ഈ വിശ്വാസത്തെ. അതിൻ്റെ സ്ട്രക്ചറായിട്ട് കൊണ്ടുവരണമല്ലോ. സ്ട്രക്ചറായിട്ട് കൊണ്ടുവരുന്നത് ഒരു ക്ഷേത്രമോ വിഗ്രഹമോ ആണ്. അല്ലെങ്കിൽ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞാൽ ഗുരുത്വാകർഷണം. ഗുരുത്വാകർഷണം നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ അതിൻ്റെ ഒരു ഫങ്ഷണൽ ബെനിഫിറ്റ് എന്താണ്? അത് വന്നപ്പോൾ ആദ്യമായിട്ടാണ് ലോകം തിരിച്ചറിഞ്ഞത് ഇത് ദൈവം നിയന്ത്രിക്കുന്ന ഒരു ലോകമല്ല, കുറേ നിയമത്തിൻ്റെ ഫലമായി വർക്ക് ചെയ്യുന്ന ഒരു ലോകമാണ് ഈ ലോകം. ഈ ഗ്രഹങ്ങൾ തമ്മിൽ പരസ്പരം ആകർഷണത്തിലും വികർഷണത്തിലും ഒക്കെ നിൽക്കുന്നത് ഒരു ഗുരുത്വാകർഷണത്തിൻ്റെ ഫലമാണ് എന്ന് പറഞ്ഞത് ദൈവത്തെ ആ ലോകത്തുനിന്ന് പുറത്താക്കിയ ഒരു സംഗതിയായിരുന്നു. അതിൻ്റെ ഫങ്ഷണൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു, ശാസ്ത്രീയമായൊരു മനോഭാവം ഉണ്ടാക്കുന്നു. അതിൻ്റെ സ്ട്രക്ചറൽ ബെനിഫിറ്റ് എന്താണ്? ഇന്ന് നമ്മൾ കാണുന്ന റോക്കറ്റുകൾ അയക്കുന്നതും വിദൂര സംവേദനം സാധ്യമാകുന്നതും നമുക്ക് ഇൻ്റർനെറ്റ് സാധ്യമാകുന്നതൊക്കെ അതിൻ്റെ ഒരു സ്ട്രക്ചറൽ ബെനിഫിറ്റിൻ്റെ ഫലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഒരാശയത്തിന് ഒരു ഫങ്ഷണൽ ബെനിഫിറ്റും ഉണ്ട്, സ്ട്രക്ചറൽ ബെനിഫിറ്റും ഉണ്ട്. ഈ സ്ട്രക്ചറൽ ബെനിഫിറ്റിൽ, ഫങ്ഷണൽ ബെനിഫിറ്റിൽ ഞാൻ പറഞ്ഞ കാര്യം, ഒരു അനീതി തോന്നുമ്പോൾ നമുക്ക് സമൂഹത്തെ ചോദ്യം ചെയ്യാൻ അതിൻ്റെ ഫങ്ഷണൽ ബെനിഫിറ്റ് പ്രയോജനപ്പെടും. അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് വ്യക്തികളുടെ മേൽ കടന്നു കയറുമ്പോൾ കുറെ കൂടെ സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യം വേണം എന്ന് നമ്മുടെ ആഗ്രഹം അതിൻ്റെ ഒരു ഫങ്ഷണൽ ബെനിഫിറ്റാണ്. ഇതിൻ്റെ ഈ പറഞ്ഞ ആശയത്തിൻ്റെ സ്ട്രക്ചറൽ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ സ്ട്രക്ചറൽ ബെനിഫിറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോക്കണം. നേരത്തെ ഫങ്ഷണൽ ബെനിഫിറ്റിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ക്ഷേത്രമാണെങ്കിൽ ശുചിയാകുന്നു, ആരോഗ്യം വരുന്നു എന്നൊക്കെ പറഞ്ഞ ഫങ്ഷണൽ ബെനിഫിറ്റ് നമുക്ക് പറയാം. ഈ സ്ട്രക്ചറൽ ബെനിഫിറ്റിലേക്ക് വരുമ്പോഴാണ് ഇവിടെ പ്രശ്നം വരുന്നത്. നമുക്കിത് പരിശോധിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ കാര്യം പറയുന്നു. ക്ഷേത്രം യുക്തിസഹമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അതിൽ നമുക്ക് പരിശോധിക്കാൻ പറ്റില്ല. പൊതുവായതാണോ? പൊതുവായതല്ല. കാരണം എന്താ? അവിടെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കയറാൻ പറ്റില്ല. ഇന്ത്യൻ ജനതയുടെ ഹിന്ദുക്കളിൽ 80% പോലും കയറാൻ പറ്റുമായിരുന്നില്ല. കഴിഞ്ഞ 10-40 വർഷമായിട്ടാണ് ഇത് സാധ്യമെങ്കിൽ പോലും പൊതുസമൂഹം ഇന്നും എല്ലാവർക്കും കയറാവുന്ന രീതിയിൽ അത് പ്രാപ്തമാക്കിയിട്ടില്ല. പരിശോധിക്കാവുന്നതാണോ? പറ്റില്ല. ഒരു വിഗ്രഹം അവിടെ കുറച്ച് ചൈതന്യമുള്ള വിഗ്രഹമാണ്. അപ്പോൾ ഞാൻ പറയാം, എനിക്ക് ചൈതന്യം ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കണം, കയറി നോക്കണം. സമ്മതിക്കുമോ? സമ്മതിക്കില്ല. അപ്പോൾ ആ സ്ട്രക്ചറിലേക്ക് എനിക്ക് കടക്കാൻ പറ്റില്ല. വിമർശിക്കാവുന്നതാണോ? ഇത് നിങ്ങൾ പറയുന്ന കാര്യം തെറ്റാണ്, ഇങ്ങനെ ദൈവമൊന്നുമില്ല, ഞാൻ നോക്കട്ടെ, എനിക്കൊന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ വിമർശിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ തരത്തിലുള്ള ദൈവമല്ല ഈ ദൈവം, അല്ലെങ്കിൽ വേറെ ദൈവങ്ങളുണ്ട്, ആ ദൈവമാണ് ശരിയായ ദൈവം എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കാവും. വിമർശിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാസ്ഫെമിയൊക്കെ നിയമമൊക്കെ ചുമത്തി നമ്മളെ അകത്തിടും. പരിഷ്കരിക്കാവുന്നതാണോ? നമ്മൾ പറയണം ഇതിനെ കുറച്ചുകൂടെ പരിഷ്കരിക്കണം. കാരണം എല്ലാം ദൈവങ്ങളും ഒന്നല്ലേ. ഈ ദൈവങ്ങളുടെ എല്ലാം അള്ളാഹുവും യഹോവയും കൃഷ്ണനും ഒക്കെ ചേർത്തിട്ട് നമുക്കൊരു ഒറ്റ വിഗ്രഹം ഉണ്ടാക്കി പൊതുവായ ഒരു ഒറ്റ വിഗ്രഹത്തിലേക്ക് പരിഷ്കരിച്ചാൽ പോരെ എന്ന് ചോദിച്ചാൽ അതൊന്നും നടക്കില്ല. അപ്പോൾ ഈ സ്ട്രക്ചറിനുള്ള പ്രശ്നം എന്താണ്? നമ്മൾ നേരത്തെ ഫങ്ഷണൽ ബെനിഫിറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ സനാതന ധർമ്മത്തിലൊക്കെ ആ പേജിലൊക്കെ വരുന്ന പോലെ ക്ഷേത്ര വിശ്വാസത്തിന്, ദൈവവിശ്വാസത്തിന് ഒത്തിരി ഗുണങ്ങളുണ്ട്, നിങ്ങളത് കാണാതെ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിൻ്റെ സ്ട്രക്ചറൽ ബെനിഫിറ്റ് ആകെ എന്തേ ഉള്ളൂ? ഒരു ക്ഷേത്രം ഉണ്ടാക്കുന്നു, ഒരു വിഗ്രഹം ഉണ്ടാക്കുന്നു, അതിനപ്പുറത്തേക്ക് നമുക്ക് യാതൊരു ചോദ്യവും പാടില്ല. ആ സ്ട്രക്ചറിന് പിന്നെ യാതൊരു ഇളക്കവുമില്ല, അത് സ്ഥിരമാണ്. ഇതാണ് വസ്തുനിഷ്ഠതയുടെ ഒരു പ്രശ്നം. അത് സ്ഥിരമായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതാണ് ശാസ്ത്രത്തിൽ വസ്തുനിഷ്ഠത ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം. അതിൻ്റെ സ്ട്രക്ചർ സ്ഥിരമായി പോകും, അതിൻ്റെ എസെൻസ് നമ്മൾ അന്വേഷിക്കും, അതിൻ്റെ പ്രോസസ്സ് അന്വേഷിക്കുന്ന എന്നുള്ളൊരു പ്രശ്നമാണ് ഈ സ്ട്രക്ചറൽ ബെനിഫിറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ. അപ്പോൾ ഒരാശയം സ്ഥിരമായതും പിന്നെ ഘടനകൾ നിർമ്മിക്കാൻ സഹായിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. അതാണ് നമുക്ക് ഈ 2 ആശയങ്ങളുടെ സ്ട്രക്ചറൽ ബെനിഫിറ്റിലേക്ക് നോക്കാം. ഈ അയൺ റാൻഡ് അമേരിക്കയിൽ എത്തിയതിനു ശേഷം എന്താണ് സംഭവിച്ചത്? അവർ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റാണ് സംഭവം ഉണ്ടായത്. അവരുടെ ആ നോവലുണ്ടല്ലോ, നമ്മൾ നേരത്തെ കാണിച്ച
അറ്റ്ലസ് ഷ്രഗ്ഡ് എന്ന് പറയുന്ന ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കും, മറ്റൊരാൾക്കും വേണ്ടി ജീവിക്കില്ല, മറ്റൊരാളും എനിക്കും വേണ്ടി ജീവിക്കുകയില്ല എന്ന് പറഞ്ഞ ഈ ഒബ്ജക്റ്റിവിസത്തിൻ്റെ പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട നോവലായ അറ്റ്ലസ് ഷ്രഗ്ഡിലെ ആ നോവല് 10 പ്രസാധകർക്ക് കൊടുത്തപ്പോഴും അവർ പ്രസിദ്ധീകരിച്ചില്ല. ഇത് മനുഷ്യത്വത്തിന് പറ്റുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെച്ചു. പിന്നീട് 11ാമത്തെ 12ാമത്തെ ആളാണ് പ്രസിദ്ധീകരിക്കുന്നത്. പക്ഷേ പ്രസിദ്ധീകരിച്ച ശേഷം അമേരിക്കയിൽ ഭയങ്കര ഹിറ്റായി ഈ അറ്റ്ലസ് ഷ്രഗ്ഡ് എന്ന അയൻ റാൻഡിൻ്റെ നോവൽ. ഒരു സർവേ പറയുന്നത് അമേരിക്കയിൽ ബൈബിളിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാരെ സ്വാധീനിച്ച കൃതിയാണ് അറ്റ്ലസ് ഷ്രഗ്ഡ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനുശേഷം എന്ത് പറ്റി? അവർക്കൊരു ആരാധക വൃന്ദം തന്നെ, അവരുടെ പ്രസ്ഥാനം ഒരു ആരാധക വൃന്ദമായി മാറി. അവരുടെ വീട് ഒരു ചർച്ചാവേദിയായി മാറി. ആ ചിത്രം കാണാൻ രസമുണ്ട്. ഒരു സ്ത്രീ കുറേ പേരെ തൻ്റെ ചുറ്റിനും ഇരുത്തി ഒരു ബൗദ്ധിക സംവാദം നടത്തുന്നു. അത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ചിത്രമാണ്. പക്ഷേ ഇവരുടെ നോവലിൽ തന്നെ, നോവലിൻ്റെ കഥാപാത്രം തന്നെ പുരുഷനാണ് ഏറ്റവും പരിപൂർണ വ്യക്തി, സ്ത്രീ അബലയാണെന്ന് നമ്മുടെ സ്വാഭാവികമായ ഒരു ചിന്തയുണ്ടല്ലോ. അതുതന്നെയാണ് ഒരു ലേഡി എന്ന നിലയിലും ഇവരുടെ നോവലിലൂടെ പങ്കുവച്ചത്. ഏറ്റവും പെർഫെക്റ്റ് മാൻ, സൂപ്പർ മാൻ എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. പുരുഷന് മാത്രമേ ഈ ലോകത്തെ ശരിയായി നയിക്കാൻ കഴിയുള്ളൂ എന്നൊരു കൺസെപ്റ്റാണ് അവർ വെച്ചത്. അതോടൊപ്പം തന്നെ എന്താണോ അവർ പറഞ്ഞത്, വ്യക്തിവാദമാണ് പറഞ്ഞതെങ്കിലും അവരൊരു കളക്റ്റീവ് സ്വഭാവത്തിലേക്ക് മാറി. അവന് മാത്രം ഒരു വലിയ നേതാവ്, ബാക്കി എല്ലാവരും കേൾക്കുന്നവർ, എൻ്റെ യുക്തി നിങ്ങൾ കേട്ടാൽ മതി എന്ന് പറയുന്ന തരത്തിലേക്ക് ഇവരുടെ ചിന്താ രീതി മാറുകയാണ് ചെയ്തത്. അപ്പോൾ അവരുടെ ഒരു കളക്റ്റീവ് സുഹൃത്തുക്കൾ തന്നെ ഒരു മേഖലയിൽ നിന്ന് അമേരിക്കയെ പിന്നെ ബൈബിളിന് ശേഷം ഇത്രയധികം സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ആരാധകർ അതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ടാകുമെന്നറിയാം. ഈ അലൻ ഗ്രീൻസ്പാൻ എന്ന് പറയുന്ന ആൾ പിന്നീട് US ഫെഡറൽ റിസർവ് ചെയർമാൻ ആയാളാണ്. നഥാനിയൽ ബ്രാൻഡൻ എന്ന് പറയുന്ന ആൾ നഥാനിയൽ ബ്രാൻഡൻ ഇൻസ്റ്റിറ്റ്യൂട്ട് 1958 സ്ഥാപിച്ചത് ഇവരുടെ ഈ ആശയം, ഒബ്ജക്റ്റീവ്സ് എന്ന ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് സ്ഥാപിച്ചത്. പിന്നീട് US ഫെഡറൽ റിസർവ് ചെയർമാനായി മാറിയ ഗ്രീൻസ്പാൻ ആണ് 2008 അമേരിക്കയുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു കാരണമെന്ന് വരെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഏതാശയമാണ് സ്വീകരിച്ചത്? അയൻ റാൻഡിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന ആശയമാണ് ഈ അലൻ ഗ്രീൻസ്പാൻ സ്വീകരിച്ചത്. അതിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ 2008 കാരണങ്ങളിലേക്ക് പോകാൻ കുറച്ച് സമയം വേണ്ടി വരും, അതുകൊണ്ട് അത് പറയുന്നില്ല. നമുക്ക് ഇതിലത് അറിയേണ്ട കാര്യം ഇതാണ്: ഈ പ്രസ്ഥാനത്തിനുള്ളിൽ റാൻഡിനോട് അമിതമായ ആരാധനയും ബൗദ്ധികമായ വിധേയത്വം ഉണ്ടായിരുന്നു. പുറത്തു നിന്നുള്ളവർ ഇതിനെ ഒരു കൾട്ട് അല്ലെങ്കിൽ ഒരു മതം എന്നാണ് വിശേഷിപ്പിച്ചത്. അതാണ് ഒരു പ്രധാനപ്പെട്ട. അതായത് വ്യക്തിവാദം പറഞ്ഞിട്ട് അവസാനം എന്തായി മാറി? ഒരു കൾട്ടായി മാറി. അത് കേരളത്തിൽ പരിചയം എന്ന് പറഞ്ഞാൽ നമ്മൾ എസൻസ് ഗ്ലോബലിലൂടെ ഒക്കെ നിരന്തരം കേൾക്കുന്നതാണ്, ഞങ്ങൾ വ്യക്തിവാദത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. പക്ഷേ അവർ നോക്കുമ്പോൾ അവർ കൾട്ടായിട്ടാണ് നിലകൊള്ളുന്നത്. ഈ ആശയം അവർ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇങ്ങനെയായി മാറി. എന്തായിരുന്നു ഇവരുടെ രാഷ്ട്രീയ മാതൃക? പരിപൂർണ മുതലാളിത്തമാണ്. ആരും ഇടപെടണ്ട. നമ്മളിവിടെ ക്യാപിറ്റലിസത്തിൽ പോലും ആരെങ്കിലും ഇടപെടണം, എന്നാലേ ക്യാപിറ്റലിസം ശരിയാവുകയുള്ളൂ. കാരണം എന്താ? അങ്ങനെ ആൾക്കാരെ കയറൂരി വിടാൻ പാടില്ല, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട്. അതല്ല സ്വാതന്ത്ര്യം. ജ്ഞാനോദയം നമ്മുടെ പരിചയപ്പെടുത്തിയ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ആൾക്കാർക്ക് ഇടപെടാൻ, മാർക്കറ്റിൽ ആൾക്കാർക്ക് ബിസിനസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല ഉദ്ദേശിച്ചത്. അത് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായത്തിനുള്ള സ്വാതന്ത്ര്യം, ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം, പുറത്തുകൂടെ നടക്കാനോ നമ്മുടെ അഭിപ്രായം പറയാനോ, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ അയാൾക്ക് അനുഭവിക്കേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും കൂടി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ജ്ഞാനോദയത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ സങ്കല്പം വന്നത്. പക്ഷേ ഇവിടെ അയൻ റാൻഡിൻ്റെ സ്വാതന്ത്ര്യ സങ്കല്പം എന്തായിരുന്നു? ആരും ഇടപെടാൻ പാടില്ല എന്നുള്ള ഒരു കൺസെപ്റ്റായിരുന്നു. അത് ഈ വിപണിയിലേക്ക് വന്നപ്പോൾ എന്ത് പറ്റി? വിപണിയിലെ ഈ ലേസസ് വെയർ എന്ന് പറയുന്ന കൺസെപ്റ്റിനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ആശയമായിരുന്നു ഈ സ്വാർത്ഥത എന്ന് പറയുന്ന ആശയം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവരുടെ ഒരു കൺസെപ്റ്റിൽ പൊതു സ്ഥാപനങ്ങളെ വേണ്ട, പൊതുവിദ്യാലയങ്ങൾ വേണ്ട, പൊതു ആശുപത്രികൾ വേണ്ട, പൊതു റോഡുകൾ വേണ്ട, പൊതു ഗവേഷണ സ്ഥാപനങ്ങൾ വേണ്ട. പൊതു താല്പര്യം എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യനെ അഴിമതിയിലേക്കും അരക്ഷിതാവസ്ഥയിലേക്കും നയിക്കും. അതുകൊണ്ട് പൊതു താല്പര്യം വേണ്ട, വ്യക്തിയുടെ താല്പര്യം മാത്രം മതി. ഈ സ്ഥാപനങ്ങളൊന്നും വേണ്ട. ഈ സ്ഥാപനങ്ങളൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നത് ആൾക്കാരുടെ ടാക്സ് മേടിച്ചിട്ടാണ്. ടാക്സ് മേടിക്കുന്നതെന്ന് പറയുന്നത് ആൾക്കാരുടെ മേൽ നടത്തുന്ന ബലപ്രയോഗമാണ്. അതുകൊണ്ട് ടാക്സ് മേടിക്കണ്ട. ടാക്സ് മേടിച്ചാലേ ഇതൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ടാക്സ് മേടിക്കുന്നത് വ്യക്തി ഉണ്ടാക്കുന്ന സമ്പത്തിന്മേലുള്ള സമൂഹത്തിൻ്റെ കടന്നുകയറ്റമാണ്, ബലപ്രയോഗമാണ്. ആ ബലപ്രയോഗം വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനെതിരാണ്. അതുകൊണ്ട് ടാക്സ് പാടില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു രീതി. ഒരു വിചാരണയുടെ 3 തൂണുകൾ. ഇത് വിശദമായി പറയേണ്ടതാണ്, സമയക്കുറവ് മൂലം ആ ആൾക്കാരുടെ പേര് മാത്രം പറയാം. ഈ 2024 നോബൽ സമ്മാനം കിട്ടിയ ജെയിംസ് റോബിൻസൺ പറയുന്നത് സ്ഥാപനങ്ങളുടെ ശക്തിയെക്കുറിച്ചാണ്. ലോകത്ത് നമുക്ക് സമാധാനത്തോടെ, സുരക്ഷിതത്തോടെ, പ്രോസ്പെരിറ്റിയോടുകൂടി ജീവിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ: ജനാധിപത്യ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക.
ആ ഒരൊറ്റ മാർഗം മാത്രമേ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇതുവരെ കണ്ടുപിടിച്ചതിൽ ഏറ്റവും നല്ല മാർഗം ജനാധിപത്യ സ്ഥാപനങ്ങളെ നല്ല രീതിയിൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്ക് ശക്തി എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു വ്യക്തി വന്ന് നമ്മളെ മുഴുവൻ ഭരിക്കുന്ന ഒരു ഓർമ്മയാണ്. മോദിയെ പോലെയൊക്കെ വന്ന് ഭരിക്കുന്ന ഒരു ഓർമ്മയാണ് ശക്തിയുള്ള രാഷ്ട്രം എന്നൊക്കെ കേൾക്കുമ്പോൾ. അതല്ല ശക്തിയുള്ള രാഷ്ട്രം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജനാധിപത്യ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചാണ്. ആ ജനാധിപത്യ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്താൻ എന്ത് വേണ്ടി വരും? പൊതുസ്ഥാപനങ്ങൾ വേണ്ടി വരും, പൊതുവിദ്യാലയങ്ങൾ വേണ്ടി വരും, പൊതു ആശുപത്രികൾ വേണ്ടി വരും, പൊതു ഗവേഷണ സ്ഥാപനങ്ങൾ വേണ്ടി വരും, പൊതു റോഡുകളൊക്കെ വേണ്ടി വരും. മറ്റൊന്ന് 2025 നോബൽ സമ്മാനം നേടിയ ജോയൽ മോക്കിർ പറയുന്നതാണ് സാമ്പത്തിക ചരിത്ര തലം. അതായത് വിജ്ഞാനത്തിൻ്റെ കൊടുക്കൽ വാങ്ങലായിരുന്നു യൂറോപ്പിനെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ച ഏറ്റവും മഹത്തായ പ്രക്രിയ എന്നാണ്. വിജ്ഞാനത്തിൻ്റെ കൊടുക്കൽ വാങ്ങൽ. അതുവരെ സമൂഹത്തിന് പരിചിതമുണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നില്ല വിജ്ഞാനത്തിൻ്റെ കൊടുക്കൽ വാങ്ങൽ. എനിക്കൊരു കാര്യം അറിയാം, അത് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചതിൽ നിന്നാണ് വ്യവസായ വിപ്ലവം വരെ ഉണ്ടായതെന്നാണ് ഈ ജോയൽ മോക്കറിൻ്റെ കണ്ടെത്തൽ. ഞാൻ പറഞ്ഞതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. ഡാനിയൽ റക്കിൻ്റെ മനഃശാസ്ത്രപരവും സാമൂഹികവുമായ തലം. ട്രസ്റ്റിനെ തകർത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ജീവിതം സാധ്യമാകില്ല. മനുഷ്യർ തമ്മിലുള്ള ട്രസ്റ്റ് തകർത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതം സാധ്യമാകില്ല. അയൺറാൻഡിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് എന്ത് വേണ്ട? മനുഷ്യർ തമ്മിലുള്ള ട്രസ്റ്റ് വേണ്ട. കാരണം അവനവൻ്റെ നേട്ടങ്ങൾ മാത്രമാണ് പ്രസക്തം, സ്വാർത്ഥത മാത്രമാണ് പ്രസക്തം. അവിടെ പിന്നെ മനുഷ്യ സമൂഹത്തിലെ ട്രസ്റ്റിന് യാതൊരു ആവശ്യമില്ല, പരസ്പര വിശ്വാസം ആവശ്യമില്ല. നമ്മൾ ഈ യുക്തിവാദികൾ വിശ്വാസത്തിനെതിരെ സംസാരിക്കുകയെന്ന് പറയുമ്പോൾ ഏത് വിശ്വാസത്തിനെതിരെയാണ്? അന്ധമായി കൊണ്ടു നടക്കുന്ന വിശ്വാസത്തിനെതിരെയാണ് സംസാരിക്കുന്നത്, അല്ലാതെ മനുഷ്യർ തമ്മിലുള്ള പരസ്പര വിശ്വാസത്തെ അല്ല. ആ മനുഷ്യർ തമ്മിലുള്ള പരസ്പര വിശ്വാസം ഇല്ലാത്തൊരു സ്ഥലത്ത് ജീവിതം സാധ്യമാകില്ല. ഇന്നത്തെ ഇന്ത്യ പോലെ ആയിത്തീരും നമ്മുടെ ലോകം എന്നാണ് ട്രസ്റ്റ് ഇല്ലെങ്കിൽ. അപ്പോൾ ഈ 3 തൂണുകൾ വെച്ച് വിചാരണ ചെയ്യുമ്പോഴും ഈ അയൺ റാൻഡ് സിദ്ധാന്തം ഒരു പരാജയമായിരുന്നു എന്ന് കാണാം. നമ്മൾ രണ്ടാമത്തേതിൻ്റെ സ്ട്രക്ചറൽ ബെനിഫിറ്റിലേക്ക് പോയി. അപ്പോൾ നമ്മൾ ഫങ്ഷണൽ ബെനിഫിറ്റ് പറഞ്ഞു. ഫങ്ഷണൽ ബെനിഫിറ്റ് കൊണ്ട് എന്തെങ്കിലും വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് ഗുണമുണ്ടായേക്കാം. പക്ഷേ സ്ട്രക്ചറലി അയൺ റാൻഡിൻ്റെ പ്രസ്ഥാനം ആകെ തകർന്നു പോയി. എന്ന് മാത്രമല്ല, ഈ സ്വാർത്ഥത പ്രധാനപ്പെട്ട ഒരു ആശയമായി സ്വീകരിച്ച അമേരിക്കയിലെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം പിന്നീട് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഇവരുടെ ആശയം സ്വീകരിച്ചതിൻ്റെ ഫലമാണ് ഞങ്ങളുടെ പരാജയം എന്ന് പറഞ്ഞിട്ടുണ്ട്. KS എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട് അമേരിക്കയിലുണ്ടായിരുന്നു. അതിൽ 35ഓളം ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു. വിവിധതര സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങളായിരുന്നു 35 ബ്രാഞ്ചുകൾ. ഒരു ബ്രാഞ്ചിൽ അതിൻ്റെ CEO പറഞ്ഞത് പ്രകാരം അവിടുത്തെ മാനേജർ സ്വാർത്ഥത നടപ്പിലാക്കി. ഈ 35 സ്ഥാപനങ്ങളിലും സ്വാർത്ഥത നടപ്പിലാക്കിയാൽ ഒത്തിരി ലാഭം കിട്ടുമെന്നായിരുന്നു ഇതിൻ്റെ CEO ഉപദേശിച്ചത്. ഒരു ബ്രാഞ്ചിൽ സ്വാർത്ഥത നടപ്പിലാക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ വിറ്റുകൊണ്ടിരുന്ന ഫർണിച്ചറിന് 5% കമ്മീഷനാണ് ആ കടയിൽ നിൽക്കുന്നവർക്ക് കിട്ടുന്നത്. അപ്പോൾ സ്വാർത്ഥതയാകുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ വേണമല്ലോ. ഇവരെന്ത് ചെയ്തു? അപ്പുറത്തെ കടയിൽ ഇവരുടേതല്ലാത്ത ബ്രാൻഡ് എടുത്തുകൊണ്ട് സ്വന്തം കടയിൽ വെച്ചിട്ട് 10% ലാഭം നേടി. അപ്പോൾ എന്ത് പറ്റി? ഈ സ്ഥാപനം 35 സ്ഥാപനങ്ങളും തകർന്നു പോയി. ഇങ്ങനെയാണ് ഇവർ സ്വാർത്ഥത നടപ്പിലാക്കിയത്. അപ്പോൾ നടക്കാത്തൊരാശയമായിരുന്നു ഈ സ്വാർത്ഥത എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ പറഞ്ഞു വന്നത്. അതാണ് അതിൻ്റെ സ്ട്രക്ചറൽ പരാജയം. അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ ബെനിഫിറ്റ് എത്രയുണ്ടെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ഫങ്ഷണൽ ബെനിഫിറ്റ് ഒരു ആശയത്തിൻ്റെ എത്രയുണ്ടെന്ന് പറഞ്ഞാലും, അത് സ്ട്രക്ചറലായി നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഒരാശയത്തെക്കുറിച്ച് നോക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ആശയത്തിലേക്ക് വരാം. ഇത് വിരോധാഭാസമായ പൈതൃകമായിരുന്നു. പ്രത്യയശാസ്ത്രം പരാജയപ്പെട്ടു, രീതിശാസ്ത്രം വിജയിച്ചു. ഏതാ? J.D. ബെർണൽ. സമകാലികമായി ജീവിച്ചവരാണ് ഇവർ രണ്ടുപേരും. J.D. ബെർണലിൻ്റെ രീതിശാസ്ത്രം വിജയിച്ചു. ഏതിലെ? ക്രിസ്റ്റലോഗ്രഫിയിലെ പദാർത്ഥത്തിൻ്റെ ഘടനകൾ കണ്ടെത്തുന്ന, അതിൻ്റെ സ്ട്രക്ചർ കണ്ടെത്തുന്ന അദ്ദേഹത്തിൻ്റെ രീതി വിജയിച്ചു. പക്ഷേ പ്രത്യയശാസ്ത്രം പരാജയപ്പെട്ടു പോയി. അത് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ ചുവന്ന ഇഴയുടെ പരാജയം എന്നാണ്. ബെർണൽ ആജീവനാന്തം പിന്തുണച്ച കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ശീതയുദ്ധത്തിൽ പരാജയപ്പെട്ടു. ലൈസൻകോ വിവാദം പോലുള്ള സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ ദുർബലപ്പെടുത്തി. അപ്പോഴാണ് റഷ്യയിലുണ്ടാകുന്ന ലൈസൻകോ വിവാദം എന്ന് പറഞ്ഞാൽ, ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തമല്ല ശരി, ലാമാർക്കിസം എന്ന് പറയുന്ന തെറ്റായ സിദ്ധാന്തമാണ് ശരിയെന്ന ലൈസൻകോയുടെ നിലപാടിനെ സ്റ്റാലിൻ പിന്തുണച്ചു. അതേസമയം ഇനി വരാൻ പോകുന്ന ഭക്ഷ്യപ്രതിസന്ധി നേരിടാൻ വേണ്ടി ആയിരക്കണക്കിന് വിത്തുകൾ ശേഖരിച്ച് പ്രവർത്തിച്ചിരുന്ന വാവ്ലോവ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെയും കൂട്ടരെയും കൊല്ലുകയാണ് ചെയ്തത് സ്റ്റാലിൻ. എന്തിനു വേണ്ടി? ഒരു പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി. അതായത് കാർഷിക വിളവെടുപ്പ് കൂട്ടാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗം ശാസ്ത്രജ്ഞനായ വാവ്ലോവിനേക്കാൾ നല്ലത് കപടശാസ്ത്രം പുലർത്തുന്ന ലൈസൻകോയാണ് നല്ല ശാസ്ത്രജ്ഞനെന്ന വ്യാപകമായ പ്രചരണം നടത്തുകയും ഈ വാവ്ലോവിനെ ഒറ്റപ്പെടുത്തി കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു സംഭവമാണ് ഈ ലൈസൻകോ വിവാദം എന്ന് പറയുന്നത്. റഷ്യയിൽ നടക്കുന്നതാണ്, 1950കളിൽ നടക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ
നമ്മുടെ JD ബർണൻ ആരോടൊപ്പമാണ് നിന്നത് അറിയാവോ? സ്റ്റാലിനൊപ്പമാണ് നിന്നത്. അപ്പോൾ ഈ ശാസ്ത്രത്തെ അതിക്രമിക്കുന്ന പ്രത്യയശാസ്ത്ര സ്വഭാവമാണ് ശാസ്ത്രജ്ഞനായ JD ബർണലിനെ മുന്നോട്ട് നയിച്ചത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ വിമർശനമൊക്കെ വന്നപ്പോൾ അത് കാര്യമില്ല, ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാകുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ നടക്കും, കാരണം സോഷ്യലിസ്റ്റിൽ മാത്രമേ ശാസ്ത്രം വർക്ക് ചെയ്യുള്ളൂ എന്നിട്ടും അദ്ദേഹം അത് തന്നെ പറഞ്ഞു. സോഷ്യലിസ്റ്റിൽ, ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിൽ ശാസ്ത്രം വർക്ക് ചെയ്യാതിരുന്നിട്ടും ലൈസൻസ് കോ വിഭാഗത്തെക്കുറിച്ച് കുറ്റബോധമില്ലാതെ അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ്, ഇതാണ് ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയറിൽ കരിനിഴൽ വീഴ്ത്തിയ സംഭവമായിരുന്നു ഈ വിവാദം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതാണ്, അതിനെക്കുറിച്ച് കൂടുതൽ സമയം എടുത്ത് വിശദീകരിക്കുന്നില്ല. ഈ അടഞ്ഞ വ്യവസ്ഥകളുടെ അപകടം ഇതാണ്. ലൈസൻകോയുടെ പാഠം എന്താണ്? ലൈസൻകോയിസം ഒരു വ്യക്തിയുടെ മാത്രം പിഴവായിരുന്നില്ല, ഒരു പ്രത്യയശാസ്ത്രം ശാസ്ത്രീയമായ യാഥാർത്ഥ്യങ്ങളെയും തെളിവുകളെയും അടിച്ചമർത്തിയതിൻ്റെ ഫലമായിരുന്നു. ആത്യന്തികമായി സോവിയറ്റ് കൃഷിയും ശാസ്ത്രവും കനത്ത വില നൽകേണ്ടി വരുന്നു. ഒബ്ജക്റ്റീവ്സിൻ്റെ വിമർശനം ഇതാണ്. അയൺ റാൻഡിൻ്റെ തത്വജ്ഞതയും ഒരു അടഞ്ഞ വ്യവസ്ഥയായി കണക്കാക്കപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മാറ്റത്തിന് വിധേയമല്ലെന്ന് അനേകർ വിശ്വസിക്കുന്നു. അതിനെക്കുറിച്ച് നിരവധി ആൾക്കാർ വിമർശിച്ചിട്ടുണ്ട്. 2 വിമർശനങ്ങൾ ഇത് പറയുന്നുണ്ട്, ഞാൻ സമയക്കുറവ് മൂലം പറയുന്നില്ല. ഘടനാപരമായ ദുരന്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തത്വചിന്ത അത് വ്യക്തിയുടെ കേവലമായ യുക്തി അടിസ്ഥാനമൊക്കെയുള്ളതായെങ്കിലും, അല്ലെങ്കിൽ കൂട്ടായ്മയുടെ അപ്രമാദിത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതായാലും, അനുഭവപരമായ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും പരിശോധനകളിൽ നിന്നും സ്വയം അടച്ചുപൂട്ടപ്പെടുമ്പോൾ അത് അപകടകരമായ ഒരു ഉപകരണമായി മാറുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതേ ഉള്ളൂ. ഒരാശയം ഫങ്ഷണലി സോഷ്യലി വർക്കിംഗ് ആയി തോന്നിയാലും, നമുക്ക് പ്രയോജനമുണ്ടെന്ന് തോന്നിയാലും, അതിൻ്റെ സ്ട്രക്ചറിൻ്റെ ഘടനയിലേക്ക് വരുമ്പോൾ അത് പലപ്പോഴും സമൂഹത്തിന് അപകടകരമാകുന്നു. അപ്പോൾ ഈ അപകടകരമാകുന്ന സ്ട്രക്ചറുള്ള ആശയം ശാസ്ത്രപ്രചരണത്തിന് പോകുന്ന ആൾക്കാർ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത്. ഒരു എസൻസ് ഗ്ലോബലിൻ്റെ പരിപാടിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. എസൻസ് ഗ്ലോബലിൻ്റെ ലിറ്റ്മസ് പരിപാടിയിൽ ഇന്നലെ ഞാനും പങ്കെടുത്തു. സംഘടനാ മികവും അച്ചടക്കവും കൊണ്ട് ഗംഭീരമായ പരിപാടി തന്നെ എന്ന് പറയാം. ശാസ്ത്ര വിഷയങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് കപടശാസ്ത്രങ്ങളുടെ തൊലിയുരിക്കൽ ലിറ്റ്മസ് കൃത്യമായി ചെയ്യാറുണ്ട്. ഇത് എസൻസിനെ കുറിച്ച് പൊതുവെയുള്ള ഒരു ധാരണയാണ്. കൃത്യമായി ശാസ്ത്ര പ്രചരണം നടത്തുന്നതാണ്. കാരണം നമ്മുടെ യുക്തിവാദം സഹോദരൻ നൈപ്പിൽ നിന്ന് ഒരു പ്രാവശ്യം അട്ടിമറിക്കപ്പെട്ടു. പിന്നീട് 2011 വീണ്ടും ശക്തമായി വന്നപ്പോൾ 2-3 വിഭാഗങ്ങളുണ്ടായി. അതിൽ ഒരു വിഭാഗം മാത്രമാണ് ശാസ്ത്രം കൃത്യമായിട്ട് പറയുന്നത്. ആരാണ്? എസൻസ് ഗ്ലോബൽ ശാസ്ത്രം കൃത്യമായിട്ട് പറയുന്നു. അപ്പോൾ അതങ്ങനെ തന്നെയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ നേരത്തെ അയൺ റാൻഡിനെ കുറിച്ച് പറഞ്ഞു. ആരാണ് കേരളത്തിലെ അതിൻ്റെ അനുയായികളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എസൻസ് ഗ്ലോബൽ ടീമാണ്. നമ്മൾ നേരത്തെ അതിൻ്റെ സ്ട്രക്ചർ വർക്ക് ചെയ്യില്ല, എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ സ്വാർത്ഥതയെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ ട്രസ്റ്റ് ഇല്ലാതാക്കുന്ന, സമൂഹത്തിൻ്റെ സ്വഭാവത്തിൽ ട്രസ്റ്റ് ഇല്ലാതാക്കുന്ന അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ഇത് പിന്തുടരുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തെളിവിനായിട്ട് എടുത്തതാണ്. അയൺ റാൻഡിൻ്റെ ലോകം 2022 RC ലൈവായിട്ട് പറഞ്ഞ കാര്യമാണ്. അതിൽ ദ കറേജ് ഗാൾഡ് അയൺ റാൻഡ് എന്നാണ് പറയുന്നത്. ഇവർ ധീരയായ വനിതയായിരുന്നു. ഇവരുടെ ആശയങ്ങൾ നല്ലതാണ്. ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അമേരിക്കയിൽ പോയതും അവിടെ റഷ്യയിൽ നേരിട്ട കാര്യങ്ങളും ഇതൊക്കെ പറയുന്നുണ്ട്. നോവൽ എഴുതിയ കാര്യം, അതിൽ ആദർശ പുരുഷനെ പിന്നെ കൊണ്ടുവരുന്ന കാര്യം, അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല കേട്ടോ എന്നും കൂടെ ഇടയ്ക്കൊരു വാചകമൊക്കെ അദ്ദേഹം പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. ഇത് കൃത്യമായി സ്വീകരിച്ചു എന്നുള്ളതിന് തെളിവ് ഈ പ്രഭാഷണത്തിൽ തന്നെ തുടങ്ങുമ്പോൾ 2019 പറയുന്നുണ്ട്. 2019 ലിറ്റ്മസ് വേദിയിൽ ഞങ്ങൾ പ്രധാന വാചകമായി ഉപയോഗിച്ചത് അയൺ റാൻഡിൻ്റെ ഈ വാചകമായിരുന്നു: വി ക്യാൻ ഇഗ്നോർ റിയാലിറ്റി ബട്ട് വി കനോട്ട് ഇഗ്നോർ ദ കോൺസിക്വൻസ് ഓഫ് ഇഗ്നോറിങ് ദ റിയാലിറ്റി. നമുക്ക് യാഥാർത്ഥ്യത്തെ ഒഴിവാക്കാൻ കഴിയും, പക്ഷേ യാഥാർത്ഥ്യം വരുത്തുന്ന കോൺസിക്വൻസിനെ ഒഴിവാക്കാൻ കഴിയില്ല. ഇതാണ് യാഥാർത്ഥ്യവാദം. അതായത് ഒരു കൃത്യമായ യാഥാർത്ഥ്യമുണ്ട്, ആ യാഥാർത്ഥ്യം നമ്മൾ കണ്ടെത്തണം, അതിനുവേണ്ടിയാണ് ശാസ്ത്രപഠനം നടത്തുന്നത്, അതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഒരു യാഥാർത്ഥ്യം അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ, അതാണ് വസ്തുനിഷ്ഠവാദവും ശാസ്ത്രപ്രചരണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറഞ്ഞ് ശാസ്ത്രപ്രചരണം നടത്തണോ? അതൊരു എസൻസ് രീതിയാകും. അത് എസൻസ് രീതിയാണ് അവർ ചെയ്യുന്നത്, അതൊരു പ്രോസസ്സ് രീതിയാണ് ചെയ്യേണ്ടത്. ശരിക്കും ശാസ്ത്രപ്രചരണം എസൻസ് അല്ല, ഒരു പ്രോസസ്സാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം ഞാൻ പറയാം. കോഴിക്കോട് ഒരു അഭിലാഷ് മോഹനുമായിട്ടുള്ള സംഭാഷണത്തിൽ വൈസ് ചാൻസലറുടെ കാര്യത്തിൽ SC/ST കുറവാണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥമാക്കുന്നത്, ഒന്ന് പറയാമോ? ഒന്ന് പറഞ്ഞിട്ട് പോയാട്ട്, കൊല്ലം ഭാഷയിൽ ചോദിക്കുന്ന ഒന്ന് പറഞ്ഞിട്ട് പോയാട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നത്? SC/ST വിഭാഗക്കാർ വൈസ് ചാൻസലർ ആകുന്നില്ല. എന്താ കാര്യം? അദ്ദേഹം തന്നെ പിന്നീട് പല പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട്, അവർക്ക് താല്പര്യമില്ല. അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് SC/ST ആൾക്കാർ വൈസ് ചാൻസലർ ആകുന്നില്ല.
ഇവിടെയാണ് നമ്മൾ അയൺ റാൻഡിലെ ഒബ്ജക്റ്റീവ്സിലേക്ക് വീണ്ടും പോകുന്നത്. എ ഈസ് എ. അയൺ റാൻഡിൻ്റെ ലോകഭീഷണി എന്താണ്? വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമാണ്. എ ഈസ് എ, ഒരിക്കലും മാറാത്ത യാഥാർത്ഥ്യങ്ങൾ. എന്തുകൊണ്ടാണ് SC/ST പിന്നെ വൈസ് ചാൻസലർ ആകാത്തത്? താല്പര്യമില്ലാത്തതുകൊണ്ട്. എന്തുകൊണ്ടാണ് താല്പര്യമില്ലാത്തത്? അവർ ജന്മന അങ്ങനെ അന്നേ അതാണ്. അപ്പോൾ ജന്മന എന്താണ്? ജന്മന താല്പര്യമില്ലാത്തവരാണ് SC/ST. ഇതാണ് വസ്തുനിഷ്ഠവാദം, ഒരിക്കലും മാറാത്ത യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് കണ്ടെത്തുന്നത്? അവരുടെ തന്നെ കൂട്ടായ്മയിലുള്ള വേറൊരാണ് എസൻസ്. വ്യക്തിവാദം പരസ്യമായി മുറുകെ പിടിക്കുന്ന കൂട്ടായ്മയാണ്. തെളിവാണല്ലോ. അപ്പൊ ഇതിനെ നിഷേധിക്കാൻ കഴിയില്ല. എസൻസ് എന്താണ്? വ്യക്തിവാദം മുറുകെ പിടിക്കുന്ന കൂട്ടായ്മയാണ്. അവിടെ പറയുന്ന ആൾക്കൊരു ബോധമില്ലായ്മ വന്നു. വ്യക്തിവാദം മുറുകെ പിടിക്കുന്ന കൂട്ടായ്മയാണ്. അപ്പോൾ വ്യക്തി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ കൂട്ടായ്മ ആവശ്യമില്ലെന്നാണ് അയൺ റാൻഡിന്റെ സിദ്ധാന്തം. പക്ഷെ അവിടെ കൂട്ടായ്മയാണ് എന്ന് പറയുന്നുണ്ട്. അയൺ റാൻഡിനെ പോലുള്ളവരുടെ വ്യക്തിവാദം രാഷ്ട്രീയം സംബന്ധിച്ച വാദങ്ങൾ പരിഗണിക്കണം. വ്യക്തിവാദ രാഷ്ട്രീയം തകർന്നു എന്ന് നമ്മൾ നേരത്തെ കണ്ടു. അത് പരിഗണിക്കണമെന്നാണ് വാദിക്കുന്നവരാണ്. അതേസമയം കമ്മ്യൂണിസം പോലുള്ള കളക്റ്റീവ് ആശയങ്ങൾ ഗോത്ര താല്പര്യത്തിന് പ്രാധാന്യം നൽകുന്നവരാണ്. സോവിയറ്റ് ഗുലാഗ് അങ്ങനെ പോകുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു ആശയത്തിനോടുള്ള വിരോധമല്ല മറ്റൊരാശയം നമ്മൾ പ്രസക്തമാണെന്ന് കാണിക്കേണ്ട മാർഗം. നമ്മൾ ആ ആശയത്തിൻ്റെ വസ്തുതയാണ് പറയേണ്ടത്. അപ്പോൾ ഇവർക്ക് മാർക്സിനോട് വിരോധമുണ്ടെങ്കിൽ അതിനെ കാണിക്കേണ്ടത് അയൺ റാൻഡിൻ്റെ ഒബ്ജക്റ്റീവ്സോ അല്ല. ഇവിടെ ശാസ്ത്രം തന്നെ നിരവധിയായ തെളിവുകൾ നൽകിയിട്ടുണ്ട് പറയാൻ. അതോടൊപ്പം തന്നെ ജാതി സംവരണത്തെക്കുറിച്ചും ജാതിയെയും പിന്തുണയ്ക്കുന്ന കേരളത്തിലെ പാരമ്പര്യ യുക്തിവാദികളുടെ കാര്യം ഗോത്രമാണ് പ്രധാനം, വ്യക്തിയല്ല. അത് നമ്മുടെ യുക്തിവാദികളെ ഒന്ന് ഇതാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഗോത്രമാണ് അവർക്ക് പ്രധാനം. അത് ഓർക്കണം. 2012 ആദ്യമായിട്ട് ഗോത്രീയതയ്ക്കെതിരെ പ്രഭാഷണം നടത്തിയത് കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിൽ നമ്മുടെ വിശ്വാസം ഡോക്ടറാണ്. കേരളത്തിൽ അങ്ങനെ ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. ഗോത്രീയതയുടെ വിഷയം അത് എങ്ങനെ ആൾക്കാരുടെ മനസ്സിനെ വികലമാക്കുന്നു എന്നുള്ളൊരു പ്രശ്നം നമ്മൾ അതുവരെ ചർച്ച ചെയ്തിരുന്ന വിഷയം. 2012 നമ്മൾ ഈ പറയുന്ന യുക്തിവാദികളാണ് ആദ്യമായിട്ട് കേരളത്തിൽ അവതരിപ്പിച്ചത്. പക്ഷേ കേരളത്തിലെ പാരമ്പര്യ യുക്തിവാദികളുടെ കാര്യം ഗോത്രമാണ് അവർക്ക് പ്രധാനം, വ്യക്തിയല്ല. അപ്പോൾ പറയുന്നതിലൊരു സാങ്കത്യം ഇല്ല എന്നത് വായിക്കുന്നവർക്ക് തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഈ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം സെൽഫിലേക്ക് പോകുന്നതും സ്വാർത്ഥതയിലേക്ക് പോകുന്നതും. അതിൻ്റെ ഒരു മറ്റൊരു ഉദാഹരണമാണ് 2012 തോന്നുന്നു ഈ C രാധാകൃഷ്ണനെ ഭഗവത്ഗീത തെറ്റാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി C രവിചന്ദ്രൻ ഒരു സംവാദം നടത്തുന്നുണ്ട്. അതിൽ ഉത്തരോത്തരാത്മനാത്മനാം ഗീത ധ്യാന യോഗം, ഇതാണ് അടിസ്ഥാനപരമായ ഒരു ഭൗതികവാദമാണ്, നാസ്തികവാദമാണ് ശരിക്കും ഗീത മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഗീതയിലൊരു ഭൗതികവാദവും നാസ്തികവാദവും കണ്ടെത്തണമെങ്കിൽ ഒരു യുക്തിവാദിക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും? ഈ വൈരുദ്ധ്യത്തെക്കുറിച്ച് ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന് മറുപടിയില്ല. ഇത് എവിടെ നിന്നാണ്? ഇതിൻ്റെ വേര് കിടക്കുന്ന എവിടെയാണ്? ഇതിൻ്റെ പേര് കിടക്കുന്ന അയൺ റാൻഡിൻ്റെ ഒബ്ജക്റ്റീവ്സിലാണ്. യാഥാർത്ഥ്യം എന്താണ്? യാഥാർത്ഥ്യമാണ് ഗീത പറയുന്ന ഒരാൾ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ അയാൾ പിന്നീട് ഗീത ജാതിവാദമാണെന്ന് എത്ര പ്രാവശ്യം നടത്തിയിട്ട് ഒരു കാര്യമില്ല. അയാളുടെ അടിസ്ഥാന ബോധം എന്താണ്? ഗീത ഒരു ഭൗതികവാദമാണ്. ഭൗതികവാദം എന്താണ്? പ്രകൃതി ആണ് എന്ത് സൃഷ്ടിച്ചിരിക്കുന്നത്? ജാതി സൃഷ്ടിച്ചിരിക്കുന്നത്. നാച്ചുറലാണ് ജാതി എന്നുള്ള ഒരു വസ്തുനിഷ്ഠവാദമാണ് രവിചന്ദ്രൻ ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ സെൽഫ്, അവിടെ ആത്മാവിനെ കുറിച്ച് C രാധാകൃഷ്ണൻ പറയുമ്പോൾ സെൽഫ്, ഞാനവിടെ സെൽഫായിട്ട് എടുക്കുന്നു. സെൽഫ് എന്തെന്നാ? ഒരുവൻ തന്നെ തന്നെ സ്വയം ഉദ്ധരിക്കേണ്ടതാണ്, തന്നെ സ്വയം താഴ്ത്തരുത്. താൻ തന്നെയാണ് തൻ്റെ ബന്ധു, താൻ തന്നെയാണ് തൻ്റെ ശത്രു. അപ്പോൾ ഈ വ്യക്തിപരമായി മോട്ടിവേഷണൽ വാദം പറഞ്ഞിട്ട് ശാസ്ത്രത്തിൻ്റെ വസ്തുതകൾ പറയുന്നത് ഒരു എസൻസ് വാദമാണ്, അതൊരു പ്രോസസ് വാദമല്ല എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൻ്റെ തെളിവാണത്. എന്താണ് ഇവർ അംഗീകരിക്കപ്പെട്ടത്? മതവിമർശനമാണ് ഏറ്റവും കൂടുതൽ ഈ ഇവരുടെ കൾട്ടിനെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടത്. പക്ഷേ വിമർശിക്കപ്പെട്ടതെന്നാണ് ഒരു മതപ്രത്യയശാസ്ത്രവാദ പൊളിറ്റിക്സിനെ മുറുകെ പിടിക്കുന്നു. അപ്പോൾ എന്താ ഇതിനു വേണ്ടി ഇത് പറയുന്നത്? അതായത് എന്തിനു വേണ്ടി ഈ ശാസ്ത്രപ്രചരണം എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ശാസ്ത്രപ്രചരണം കൊണ്ടൊരു കാര്യമില്ല. അവരുടെ നിലപാടെന്താണ്? ഒരു മതവിമർശനം, ശക്തമായ മതവിമർശനം നടത്തുക, മതവാദം പറയുന്ന ഒരു പ്രത്യയശാസ്ത്ര പൊളിറ്റിക്സിനെ പിന്തുണയ്ക്കുക. ഇതൊരു ശരിയായ നിലപാടല്ലല്ലോ. മാത്രമല്ല, തെളിവുകൾ തേടുമ്പോൾ അയൺ റാൻഡ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആവർത്തിച്ചിരിക്കുന്നത് കാണാം. സ്ത്രീവിരുദ്ധ നിലപാട് അയൺ റാൻഡ് പറഞ്ഞിട്ടുണ്ട്, വംശീയ വിദ്വേഷം അയൺ റാൻഡ് പറഞ്ഞിട്ടുണ്ട്, ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരായ ആശയമാണെന്ന് നമ്മൾ നേരത്തെ കണ്ടു, സമത്വത്തിനെതിരായ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്, നികുതി മോഷണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ക്ഷേമരാഷ്ട്രം അനീതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ ടാക്സ് മോഷണമാണ്, വ്യക്തികളിൽ നിന്നുള്ള മോഷണമാണ്, ബലപ്രയോഗമാണ്. അത് ആനയും ഉറുമ്പോ എന്ന പ്രഭാഷണത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ പ്രഭാഷണം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അയൺ റാൻഡിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഇവരിൽ കാണാം. അപ്പോൾ പ്രത്യയശാസ്ത്രവാദികൾക്ക് ശാസ്ത്രം പ്രചരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പരിഷത്തിൻ്റെ പ്രത്യയശാസ്ത്ര അടിത്തറ രൂപപ്പെടുത്തിയ എന്താണ്? ഈ അടിസ്ഥാന ചോദ്യം വരുന്നത് എന്താണ് ശാസ്ത്രബോധം, എന്താണ് ശാസ്ത്രവും സമൂഹവും തമ്മിലുള്ള ബന്ധം? അത് രൂപപ്പെടുത്തിയത്, ഇതിൻ്റെ ആശയപരമായ മാർഗദർശികൾ ഇവരായിരുന്നു.
JD ബെർണൽ, ഫെഡറിക് എംഗൽസ്, ഗോർഡൻ ചൈൽഡ് ഇവരുടെയൊക്കെ ആശയമാണ് ശാസ്ത്രപ്രചരണം നടത്താൻ, ശാസ്ത്രം സാമൂഹിക വിപ്ലവത്തിൽ നിന്നുള്ള ആശയം രൂപീകരിക്കാൻ ഇവർക്ക് മാർഗദർശകമായത് JD ബെർണലിൻ്റെ നമ്മൾ നേരത്തെ കണ്ട പുസ്തകമുണ്ട് ശാസ്ത്രം ചരിത്രത്തിൽ. പക്ഷെ അദ്ദേഹം അവിടെ എന്താ ചെയ്തതെന്ന് നമ്മൾ കണ്ടു. ലൈസൻകോയുടെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. അതായത് ശാസ്ത്രത്തിന്മേൽ പ്രത്യയശാസ്ത്ര സ്വഭാവം കടന്നു കയറി സമൂഹത്തെ ശിഥിലമാക്കുന്നത്, പിന്നീട് റഷ്യ ശിഥിലമായി പോകുന്നുണ്ടല്ലോ, USSR ശിഥിലമാക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ കൂടെ നിന്ന ആശയങ്ങളെയാണ് ഇവർ കടമെടുത്തത് എന്ന് പറയുന്നുണ്ട്. ഇത് 1969-ലോ 70-ലോ പരിഷത്ത് പ്രസിദ്ധീകരിച്ച ലഘുലേഖയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. JD ബെർണലും ഗോർഡൻ ചൈൽഡുമാണ് ഞങ്ങളെ സ്വാധീനിച്ച വ്യക്തികൾ. ഇവരൊന്നും ശാസ്ത്രത്തിനായിരുന്നതോടൊപ്പം അതിനേക്കാൾ ഉപരിയായി പ്രത്യയശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുത്തവരാണ്. ഫെഡറിക് എംഗൽസിൻ്റെ വാനരിൽ നിന്നും നരനിലേക്കുള്ള പരിവർത്തനത്തിൽ അധ്വാനത്തിൻ്റെ പങ്ക്, അതായത് മനുഷ്യൻ വളർന്നതിൽ, മനുഷ്യ സമൂഹത്തിന് എത്തിച്ചേർന്നതിൽ മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ പങ്ക് പ്രഖ്യാപിക്കുന്ന ഇതാണ്. ഇത് നമ്മുടെ പരിണാമ സിദ്ധാന്തത്തിന് ഓപ്പോസിറ്റാണ്, എങ്കിലും അത് പ്രചരിപ്പിച്ചിട്ടുണ്ട് ശാസ്ത്രഗതിയിലൂടെ. ഇതിപ്പോൾ അവസാനം എത്തിച്ചേരുന്നതാണ്. ഇതിൻ്റെ ഈ സ്ട്രക്ചർ ഉണ്ടല്ലോ നമ്മുടെ സമൂഹത്തിലേക്ക്, ഇത് സ്ട്രക്ചറിൽ ഒരു പ്രാധാന്യവും കൊടുക്കില്ല. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഞാൻ പറഞ്ഞു വരുന്നൊരു പ്രശ്നം, ഈ ഏതൊരാശയത്തിനും ഫങ്ഷണലായ പ്രാധാന്യം ഉണ്ടെങ്കിൽ പോലും അതൊരു സ്ട്രക്ചർ നിർമ്മിക്കുമ്പോഴത്തേക്ക് അത് തകർന്നു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിഷത്തിൻ്റെ തന്നെ മറ്റൊരു പുസ്തകത്തിൽ അവർ പറയുന്നതാണ്, വിവിധ യൂറോപ്യൻ രാജ്യക്കാർ അധിനിവേശം നടത്തിയ ഇടങ്ങളിലെല്ലാം പ്രചരിച്ചത് യൂറോപ്യൻ ഭാഷകളും സംസ്കാരവും ഭരണരീതിയും ഭരണ സംവിധാനവും ഒക്കെയാണ്. അതാണ് ഏറ്റവും മികച്ചതെന്നായിരുന്നു ധാരണ. അങ്ങനെയാണല്ലോ നമ്മുടെ രാജ്യത്ത് ഇംഗ്ലീഷ് മീഡിയത്തോടും യൂറോപ്യൻ സംസ്കാരത്തോടും ജീവിത രീതിയോടൊക്കെ ഭക്തി ആദരവുകൾ വളർന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമൂഹത്തിൽ അന്നേരം സ്വാധീനം ഉണ്ടായിരുന്ന സവർണ സമൂഹം ഈ ഇംഗ്ലീഷ് മീഡിയമൊക്കെ പഠിച്ചു, വിദേശത്ത് പോയി യൂറോപ്യൻ സംസ്കാരത്തോട് എത്ര അനാദരം ഉണ്ടെങ്കിലും അവിടെ പോയി ജീവിച്ച് കാശുണ്ടാക്കി. ഇവിടെയുള്ള താഴ്ന്ന സമൂഹം എന്ത് പറ്റി? ഇതിൻ്റെ ഇരകളായി. ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ മോശമാണെന്നുള്ളതിൻ്റെ ഇരകളായി. പരിഷത്തിൻ്റെ നിലപാടിൻ്റെ ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അടിച്ചമർത്തൽ ആധുനിക സംസ്കാരത്തിൻ്റെ മുഖമുദ്രയായി നമ്മുടെ സമൂഹത്തിൽ മാറിയത് കോളനി വാഴ്ചയുടെ അവശിഷ്ടമെന്ന നിലയിലാണ്. സഹിഷ്ണുത, സമഭാവന, സമന്വയം എന്നിവ ഭാരതീയർക്ക് മരീചികയെ തീർന്നത് നൂറ്റാണ്ടുകളോളം യൂറോപ്യർ ഇവിടെ പയറ്റിയ അസഹിഷ്ണുതയുടെയും കടുത്ത വിവേചനത്തിൻ്റെയും മേധാവിത്വത്തിൻ്റെയും ഫലമായാണ്. അങ്ങനെയാണ് അവർ ജനാധിപത്യത്തെയും സമൂഹത്തെയൊക്കെ കാണുന്നത്. കാരണം യൂറോപ്യന്മാരിവിടെ വന്നാണ് ഇന്ത്യക്കാരെ നശിപ്പിച്ചത്. ഇത് RSSൻ്റെ മുഖപത്രത്തിൽ എഴുതാൻ പറ്റിയ വാചകമാണ്. അവിടെയാണ് പ്രശ്നം. RSSൻ്റെ മുഖപത്രത്തിൽ നിന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുകയുള്ളൂ. അപ്പോൾ ജനാധിപത്യത്തെ കാണുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇത് അതിൻ്റെയൊക്കെ തുടർച്ചയാണ്. ഞാൻ തെളിവുകളായിട്ടൊന്നുമല്ലോ. ഡയലക്റ്റിക് അശാസ്ത്രീയമാണെന്ന് പറയുന്ന യുക്തിവാദങ്ങൾക്ക് സമൂഹം എന്താണെന്ന് അറിയില്ല എന്നേ അർത്ഥമുള്ളൂ. ഭൗതികവാദത്തെ ചരിത്രവൽക്കരിക്കുക എന്ന് പറയുന്ന അശാസ്ത്രീയമാണെങ്കിൽ പിന്നെ ഇവന്മാർ പറയുന്ന ശാസ്ത്രം എന്താണ്? ഭൗതികവാദത്തെ ചരിത്രവൽക്കരിച്ചത് എവിടെയെന്നാണെന്ന് ചരിത്രത്തിൽ ഞാൻ പിന്നീട് പറയാം. ഞാൻ പറയുന്നത് ഇവരുടെ ഇത്തരം പ്രത്യയശാസ്ത്രം സ്വീകരിക്കുന്നവരുടെ മനസ്സ് പോകുന്നതിൻ്റെ പ്രശ്നമാണ്. ഒരു തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്നത് ഒരു ആത്മാവിഷ്കാരമാണ്. എന്നാൽ രാഷ്ട്രീയത്തിലെ ആത്മാവിഷ്കാരത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗ്ഗവുമില്ല. ഇന്നും തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് എന്ന് പറയുന്നത് ഒരു അടവ് നയമായി സ്വീകരിക്കുന്നതിൻ്റെ പ്രവണതയാണ്. അതായത് ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ആത്മാവിഷ്കാരമായിട്ടാണ് കാണുന്നത്. ആത്മാവിഷ്കാരമല്ല രാഷ്ട്രീയ പ്രവർത്തനം. അതിന് കൃത്യമായ തെളിവുകളുള്ള, ഘടനയുള്ള, വർക്ക് ചെയ്യുന്ന നമ്മുടെ മോണ്ടസ്കോയൊക്കെ കൃത്യമായിട്ട് വേർതിരിച്ച അതിൻ്റെ സ്ട്രക്ചർ. അധികാരം വിഭജിക്കുക എന്ന് പറയുന്ന ഒരു ഡോക്മയല്ല. അധികാരം വിഭജിക്കുക എന്ന് പറയുന്ന ചരിത്രത്തിൽ നടന്ന സംഭവമാണ്. അത് ഡോക്മയായിട്ട് കാണുന്നവർക്കാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അധികാരം വിഭജിച്ചു, നമ്മൾ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ലെജിസ്ലേറ്റീവായിട്ടൊക്കെ വിജയിച്ചു. പിന്നെ ആ സിസ്റ്റം വിജയിക്കാത്തത് ആ ജനതയുടെ ഒരു പ്രശ്നമായിരിക്കാം. ആ സിസ്റ്റത്തിനല്ല തകരാറ്, അത് നടപ്പാക്കുന്നതിൻ്റെ പ്രശ്നത്തിൽ തകരാറുണ്ടായത് ആ ജനാധിപത്യ ബോധത്തിലേക്ക് ഇതിലും വന്നിട്ടില്ലാത്ത ഒരു വാചകമാണ്. സ്ഥാനാർത്ഥിത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിനിടയിൽ പോസ്റ്റിലിട്ട കമൻ്റാണ്. ജോജി എന്ന് പറയുന്ന അദ്ദേഹം പരിഷത്തിൻ്റെ ആളെ കമൻ്റാണ്. ഇതിനെ മറികടക്കേണ്ട ഒരു വെല്ലുവിളിയാണ്. അപ്പോഴും അതിൻ്റെ ഉദാഹരണം നോക്കുക. ജനാധിപത്യ രാജ്യത്ത് മറികടക്കാനുള്ള ഉദാഹരണം, ക്യൂബൻ വിപ്ലവശേഷം ഫിഡൽ കാസ്ട്രോയുടെ സർക്കാരിൽ വ്യവസായ മന്ത്രി എന്ന പദവിയിൽ ആളാണ് സഖാവ് ചെഗുവേര. അതും രാജിവെച്ച് വിപ്ലവത്തിലൂടെ സൃഷ്ടിച്ച ഒരു രാജ്യവും അതിൻ്റെ വ്യവസായ മന്ത്രി പദവി വിട്ടെറിഞ്ഞിട്ട് ബൊളീവിയൻ കാടുകളിൽ പോയി വിപ്ലവം നയിച്ച് ഗറില്ല പോരാട്ടത്തിൽ രക്തസാക്ഷിയാകുകയായിരുന്നു അദ്ദേഹം. അങ്ങേർക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം വരുമ്പോൾ പോലും എങ്ങോട്ടാണ് പോകുന്നത്? ക്യൂബയിലേക്കും റഷ്യയിലേക്കുമാണ്. നമ്മുടെ ഇന്ത്യൻ രാജ്യത്തെ ജനാധിപത്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇന്ത്യൻ രാജ്യത്തെ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് ശരിയായ കാര്യം എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ധാരണയില്ല. ആ രാഷ്ട്രീയ പ്രവർത്തനം ഒരു ആത്മാവിഷ്കാരമായിട്ടാണ് കാണുന്നത്. ഒരു ആത്മാവിഷ്കാരമല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ
പ്രത്യയശാസ്ത്രം എപ്പോഴും ജനാധിപത്യത്തെ തകർക്കും എന്നുള്ളതാണ്. ഭൂരിപക്ഷം ആളുകളും കടുത്ത പ്രത്യയശാസ്ത്രവാദികളാകുമ്പോൾ അവിടെ ജനാധിപത്യം പ്രവർത്തിക്കില്ല. ജനാധിപത്യം പ്രവർത്തിക്കാതെ വരുന്നത് ആ സമൂഹത്തിൽ കൂടുതലും പ്രത്യയശാസ്ത്രവാദികളാണ്. ഈ പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഹിന്ദു പ്രത്യയശാസ്ത്രമാകാം, മാർക്സിയം പ്രത്യയശാസ്ത്രമാകാം, ഈ എസൻസ് ഗ്ലോബൽ പിന്തുടരുന്ന അയൺ റാൻഡിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന പ്രത്യയശാസ്ത്രമാകാം. ഈ പ്രത്യയശാസ്ത്രം വർക്ക് ചെയ്യുന്നിടത്ത് എന്ത് പ്രവർത്തിക്കില്ല? ജനാധിപത്യം വർക്ക് ചെയ്യില്ല. ക്രമേണ ജനാധിപത്യം വർക്ക് ചെയ്യാതെ വരുമ്പോൾ ഇവരെന്ന് പറയും, കണ്ടോ ജനാധിപത്യം വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് പ്രത്യയശാസ്ത്രം കൂടെ സ്ട്രിക്റ്റ് ആക്കണമെന്ന് പറയും. അങ്ങനെ എങ്ങനെ കറങ്ങിത്തിരിഞ്ഞു പോയാലും നമ്മൾ പ്രത്യയശാസ്ത്രത്തിൽ തന്നെ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം എന്താ? ജനാധിപത്യം വർക്ക് ചെയ്യാത്തത് എവിടെയാണ്? മിക്കവാറും ഒന്നിലെ ഒരു വിശ്വാസ രാഷ്ട്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്ര രാഷ്ട്രമായിരിക്കും. ഈ രണ്ട് രാഷ്ട്രങ്ങളിലും ജനാധിപത്യം വർക്ക് ചെയ്യില്ല. അപ്പൊ ജനാധിപത്യം വർക്ക് ചെയ്യാതെ വരുമ്പോൾ ക്രമേണ ഇവർ പറയും, കണ്ടോ ജനാധിപത്യം വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? പ്രത്യയശാസ്ത്രത്തെ കുറെ കൂടെ ബലപ്പെടുത്തണം. അപ്പൊ നമ്മളും വിചാരിക്കും ശരി, പ്രത്യയശാസ്ത്രത്തെയാണ് ബലപ്പെടുത്തേണ്ടത്. ഇങ്ങനെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രത്യയശാസ്ത്രം നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റിൽ, ഒരു രാഷ്ട്രത്തിൽ കഴിയുമെന്നുള്ളതാണ് ഈ ജനാധിപത്യത്തിന്റെ ഒരു വിരോധാഭാസമായിട്ട് വരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത് ഈ സി രവിചന്ദ്രൻ പിന്തുടരുന്ന അയൺ റാൻഡിന്റെ തത്വശാസ്ത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും, ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്, ഭരണഘടനയെ ദുർബലപ്പെടുത്തുന്ന നിരവധി ആശയങ്ങൾ രവിചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. ഒരു യുക്തിവാദിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇപ്പം യുക്തിവാദി അല്ലാന്ന് അദ്ദേഹം തന്നെ സ്വയം സമ്മതിച്ചിട്ടുണ്ട്. സംഘപരിവാറിൻ്റെ ആശയങ്ങളാണ് പിന്തുടരുന്നതെന്ന് പൊതുസമൂഹം അംഗീകരിച്ചിട്ടുള്ളതാണ്. എങ്കിലും അങ്ങനെ അവകാശപ്പെടുമ്പോൾ എന്താണ് ഭരണഘടനയെ ദുർബലപ്പെടുത്തുന്ന ആശയം എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഇവർക്കൊക്കെ ഈ പ്രത്യയശാസ്ത്രത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണം വേണമെങ്കിൽ വീണ്ടും ഈ സാമ്പത്തിക ചർച്ചയൊക്കെ നടത്തുമ്പോൾ അവർ രണ്ട് കാര്യങ്ങൾ കാണുന്നുള്ളൂ. ഒന്ന് സോഷ്യലിസവും മറ്റൊന്ന് ക്യാപിറ്റലിസവും. ഇത് ജനാധിപത്യത്തിൻ്റെ രണ്ട് ഘടകങ്ങൾ മാത്രമാണ്. അങ്ങനെ ഒരു വ്യവസ്ഥ ലോകത്തെങ്ങും ഇല്ല. ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയോ ക്യാപിറ്റൽ വ്യവസ്ഥയോ ലോകത്തെങ്ങും ഇല്ല. ലോകത്തുള്ളത് എന്താണ്? ഒന്നിലെ ജനാധിപത്യ വ്യവസ്ഥ, അല്ലെങ്കിൽ അധികാര കേന്ദ്രീകൃത വ്യവസ്ഥ. രണ്ട് വ്യവസ്ഥയെ ലോകത്തുള്ളൂ. അതിൽ ചിലയിടത്ത് കൂടുതലായിട്ട് ക്യാപിറ്റലിസം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ഞാൻ പറയാം, അമേരിക്കയുടെ ഇന്നത്തെ തകർച്ചയ്ക്ക് കാരണം ഞാൻ ആരോപിക്കുകയാണ്, അയൺ റാൻഡിന്റെ ആശയം ബൈബിളിന് ശേഷം രണ്ടാം സ്ഥാനം നേടിയ ആശയമാണ് അയൺ റാൻഡിന്റെ ആശയം. കാരണം വ്യക്തികൾ ഏറ്റവും കൂടുതൽ സ്വാർത്ഥരാകുക എന്നുള്ള ആശയം, ആ ആശയം വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യാതെ വന്നതോടുകൂടിയാണ് അമേരിക്ക ഇന്നത്തെ ദുരന്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒരു ജനാധിപത്യം വർക്ക് ചെയ്യുന്ന രാജ്യത്ത് ഈ പ്രത്യയശാസ്ത്രം വരുത്തുന്ന അപകടം ഇതാണ്. ഇനി JD ബെർണലിന്റെ ആശയങ്ങളുടെ ഒരു സ്വാധീനം, ജനാധിപത്യ വിരുദ്ധമായ ആശയങ്ങളോട് ചായ്വ്, ഇവരുടെ ദാർശനികമായ കാർക്കശ്യം ജനാധിപത്യ ഘടനയ്ക്കെതിരാകുന്നു. അപ്പം നമ്മൾ ആശ്രയിക്കേണ്ടത് ജ്ഞാനോദയ മൂല്യങ്ങളെയാണെന്നാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. നമ്മളൊരു ആശയം സ്വീകരിക്കാനുള്ള മാർഗം ഒരു ദമയന്തിസ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം. അതായത് ദമയന്തി സ്വർണ്ണവർണ്ണമുള്ള അരയന്നത്തെ കാണുമ്പോൾ മഞ്ജുനാഥം എനിക്കിത് ഇണങ്ങുമെന്ന് തോന്നും, കൊള്ളാം, കൈകൾ കിട്ടിയിരുന്നു, ക്രൂരനല്ല സാധുവത്രേ ചാരുരൂപൻ, നിങ്ങൾ ദൂരെ നിൽപ്പിൻ, എന്നരികിൽ ആരും വേണ്ട, തൊട്ടേനെ ഞാൻ കൈകൾ കൊണ്ട്, ആ കഥകളിപ്പാത്തില് തൊട്ടേനെ ഞാൻ കൈകൾ കൊണ്ട് തോഴിമാരെ എന്ന് പറഞ്ഞ് ഈ അരയന്നത്തിൻ്റെ അടുത്തേക്ക് ദമയന്തി ഇങ്ങനെ നടന്നു നീങ്ങുന്ന ഒരു ഭാഗമുണ്ട് അതിലുള്ള കഥകളിയിലുള്ള. അപ്പോൾ ഇത് ഉണ്ണായിവാരുടെ അതിലെ പദങ്ങളാണ്. അപ്പോൾ ഒരു ആശയം നമ്മൾ സ്വീകരിക്കുന്നത്, കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ കൈകൾ കൊണ്ട് തൊട്ടേനെ, നന്നായിട്ടുണ്ട്, ഇങ്ങനെയല്ല ഒരാശയത്തെ നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിൻ്റെ ഒരു ഫങ്ഷണൽ ബെനിഫിറ്റും സ്ട്രക്ചറൽ ബെനിഫിറ്റും ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് അത് സ്വീകരിക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ ചുരുക്കമാണ്. അതായത് എന്തിനാണ് ശാസ്ത്രപ്രചരണം നടത്തുന്നത്? ജനങ്ങളുടെ ചിന്താരീതിയിൽ മാറ്റം വരുത്തുന്നതിനാണ്. എന്തിനാണ് ജനങ്ങളുടെ ചിന്താരീതി മാറ്റം വരുത്തുന്നത്? ശക്തമായൊരു പൗരസമൂഹത്തെ സൃഷ്ടിക്കണം. എന്തിനാണ് ശക്തമായൊരു പൗരസമൂഹത്തെ സൃഷ്ടിക്കുന്നത്? ശക്തമായ ജനാധിപത്യ സ്ഥാപനങ്ങളെ സൃഷ്ടിക്കണം. എന്തിനാണ് ജനാധിപത്യ സ്ഥാപനങ്ങളെ സൃഷ്ടിക്കുന്നത്? ശക്തമായ ശാസ്ത്ര പ്രചരണത്തെ പ്രോത്സാഹിപ്പിക്കാൻ. ഇതൊരു സർക്കിളാണ്. ഇതിനിടയ്ക്ക് പ്രത്യയശാസ്ത്രം വന്നു കഴിഞ്ഞാൽ ഈ ഘടന നഷ്ടപ്പെട്ടു പോകും. അവിടെ പിന്നെ നമ്മൾ എത്ര സയൻസ് പറഞ്ഞാലും സയൻസിൻ്റെ വസ്തുനിഷ്ഠത മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സയൻസിൻ്റെ ഒരു പ്രോസസ്സ് എന്ന നിലയിൽ, സമൂഹത്തെ സ്വാധീനിക്കുന്ന ഒരാശയം എന്ന നിലയിൽ ശാസ്ത്രത്തെ നമുക്ക് അവിടെ വർക്ക് ചെയ്യില്ല എന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഈ ഒരു ഘടനയുണ്ട്. അതായത് ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്നിടത്ത് മാത്രമേ ശാസ്ത്രപ്രവർത്തനം സാധ്യമാകുകയുള്ളൂ. ശാസ്ത്രപ്രവർത്തനം സാധ്യമായ സ്ഥലത്ത് മാത്രമേ ജനാധിപത്യം നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ നമ്മൾ രണ്ട് പറഞ്ഞ അയൺ റാൻഡിൻ്റെയും മാർക്സിസത്തിൻ്റെയും ഒരു പ്രശ്നം എന്താണ്? അത് ജനാധിപത്യ സ്ഥാപനങ്ങളെ തകർക്കുന്നു എന്നുള്ളതാണ്. കാരണം അതിനൊരു സ്ട്രക്ചറൽ ബെനിഫിറ്റ് ഇല്ല. സ്ട്രക്ചറലി അത് തകർന്നു പോയത് നമ്മൾ കണ്ടു, റഷ്യയിൽ കണ്ടു. അയൺ റാൻഡിൻ്റെ ഒബ്ജക്റ്റിവിസം എങ്ങനെ തകരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സ്ട്രക്ചറലി തകരുന്ന ഒരു ആശയം കൊണ്ട് അത് വസ്തുനിഷ്ഠത എന്നൊരു പേരിട്ട് വിളിച്ചാലും അത് പ്രവർത്തിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇങ്ങനെയാണ്. അതായത് സമൂഹത്തിൽ ഒരു സമരം നടത്തുന്നു. സമരം നടത്തിയ ആൾക്കാർ ഈ എലൈറ്റ് ആൾക്കാരും വലിയ ജനതയും തമ്മിൽ വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ആശയമൊന്നുമില്ല. അതായത്
ഒരു എലൈറ്റ് രാഷ്ട്രത്തിലെ സ്ഥാപനം കുറച്ച് ക്രൂരമാണ്, ആൾക്കാർ അടിച്ചമർത്തുന്നു, സ്വാതന്ത്ര്യം തരുന്നില്ല, ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് സമരം നടത്തിയാൽ ആ സമരം വെറും സമരം മാത്രമായേ മാറുകയുള്ളൂ. മറ്റൊന്ന് ഒരു കമ്മിറ്റ്മെൻറ്റ് പ്രോബ്ലമാണ്. അതായത് സമരം നടത്തുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആശയങ്ങളോട് തന്നെ കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്നിരിക്കട്ടെ, ആ കമ്മിറ്റ്മെൻ്റ് കൊണ്ടുള്ള ആശയങ്ങൾ സമരം നടത്തിയാലും അത് വിജയിക്കില്ല. വിജയിക്കുന്ന ഏതാണ്? മാസസ് ടു പവർ. ഈ ആൾക്കാരിലേക്ക് അധികാരം കൈമാറാൻ പറ്റുന്ന ഒരു സംവിധാനം മാത്രമേ 4 പില്ലറോടുകൂടി നിലനിൽക്കുകയുള്ളൂ. അതാണ് ആ ചിത്രം കാണിക്കുന്നത്. അതായത് ഇപ്പം നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ അണ്ണാ ഹസാരെ സമരം നടത്തുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ത്യ വിപ്ലവം മാറാൻ പോകുന്നു, ഭയങ്കരമായ മാറ്റം വരുന്നു, പുതിയൊരു രാജ്യമായി ഇന്ത്യ രൂപപ്പെടാൻ പോകുന്നു. പക്ഷേ പുതിയൊരു രാജ്യമായിട്ട് എന്തായിട്ടാണ് രൂപപ്പെട്ടത്? ഒരു ഹിന്ദു രാഷ്ട്രത്തിൻ്റെ ലെവലിലേക്കാണ് പുതിയ രാജ്യമായിട്ട് രൂപപ്പെട്ടത്. അതാണ് ഈ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ എലൈറ്റ് ആൻഡ് മാസസ്. അന്ന് ഈ കോൺഗ്രസ്സുകാരെല്ലാം ഭയങ്കര എലൈറ്റായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ സാധാരണക്കാരുടെ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല. വ്യവസായ സ്ഥാപനങ്ങൾക്ക് അഴിമതി നടത്താനുള്ള ഒരു ഉപകരണം മാത്രമായിട്ടാണ് ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് അണ്ണാ ഹസാരെ സമരത്തിന് വന്നത്. അത് വിജയിച്ചില്ല. ഇതും വിജയിച്ചില്ല. കമ്മിറ്റ്മെൻറ്റ് പ്രോബ്ലത്തിലും വിജയിച്ചില്ല. നമ്മുടെ മുല്ലപ്പൂ വിപ്ലവം, അവർക്ക് ഈ അധികാരം കിട്ടിയാൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് ഒരിക്കലും അധികാരം കിട്ടിയാൽ വീണ്ടും രാഷ്ട്രം ശിഥിലമാകുകയുള്ളൂ. ശരിക്കും മാസസ് ടു പവർ നടക്കണമെങ്കിൽ ഒരു ശാസ്ത്ര പ്രചരണം നടക്കണം. എന്തുകൊണ്ട് ശാസ്ത്ര പ്രചരണം എന്ന് ചിന്തിക്കുന്ന ജനത കൂടിച്ചേർന്ന് ഒരു ശാസ്ത്ര പ്രചരണം നടക്കണം. അത് നടക്കണമെങ്കിൽ എന്താണ് തടസ്സം? ഈ സ്ട്രക്ചറലി വർക്ക് ചെയ്യാത്ത ആശയങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് സമൂഹത്തിന് തടസ്സം നിൽക്കുന്നത്. അതിന് വസ്തുനിഷ്ഠത എന്ന് പേരിട്ട്, മെറ്റീരിയലിസം എന്ന് പേരിട്ട്, ഒബ്ജക്റ്റീവ്സം എന്ന് പേരിട്ട് ശാസ്ത്ര പ്രചരണത്തിൻ്റെ ഒപ്പം കൂട്ടിയാൽ അത് ജനാധിപത്യ സ്ഥാപനങ്ങളെ തകർക്കും. ജനാധിപത്യ സ്ഥാപനങ്ങളുടെ തകർച്ച ക്രമേണ സായൻസിക പ്രവർത്തനത്തിൻ്റെ തകർച്ചയിലേക്ക് നയിക്കും. അതുകൊണ്ട് അത്തരം മാരീജന്മാരെ, ശാസ്ത്രപ്രചാരകരെ കരുതിയിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തും.